10 ദിവസങ്ങൾക്ക് മുൻപ് മാഗ്നീറ്റോയുടെ സ്പേസ് സ്റ്റേഷനായ ആസ്ട്രോയിഡ് എം ഭൂമിയിലേക്ക് പതിച്ച് മാഗ്നീറ്റോ മരണപ്പെട്ടിരുന്നു. മാഗ്നീറ്റോ മരണപ്പെട്ടതോടെ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ EMP പുറപ്പെട്ടു. അന്നു മുതൽ നോർത്തേൺ ഹെമിസ്ഫിയർ മൊത്തം ഇരുട്ടിലാണ്ടുപോയി. ഈ കഥ ആരംഭിക്കുന്നത് അന്റാർട്ടിക്കയിലെ സാവേജ് ലാൻഡിലാണ്. അതായത് അന്റാർട്ടിക്കയിലെ ഒരു കാട്ടുപ്രദേശത്താണ്. മാഗ്നീറ്റോ മരണപ്പെട്ട് 10 ദിവസത്തിന് ശേഷം അന്റാർട്ടിക്കയിലെ സാവേജ് ലാൻഡില് ഒരു കൂട്ടം സീബ്ര പീപ്പിള് ഒരു വലിയ ബീസ്റ്റിനെ തെരയുന്നതാണ് നമ്മൾ കാണുന്നത്. അവരോടൊപ്പം ആ വലിയ ബീസ്റ്റിനെ തെരയാൻ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അതെ, ലോഗൻ അഥവാ വോൾവറിൻ ഒരു തരം ഡൈനോസറായ ട്രൈസറാടോപ്പിന്റെ മുകളിലാണ് സഞ്ചാരം. ആക്ച്വലി 10 ദിവസങ്ങൾക്ക് മുന്നേ മാഗ്നീറ്റോയുടെ ആസ്ട്രോയിഡ് എം എന്ന സ്പേസ് സ്റ്റേഷൻ നശിക്കപ്പെട്ടതോടെ ലോകം ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ EMP പുറപ്പെട്ടല്ലോ. അതിനുശേഷമാണ് ആ വലിയ ബീസ്റ്റ് സീബ്ര പീപ്പിളിനെയും അവരുടെ വില്ലേജും ഒക്കെ ആക്രമിച്ച് നശിപ്പിക്കാൻ തുടങ്ങിയത്. അന്നു മുതൽ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് സീബ്ര പീപ്പിള് അവരുടെ എല്ലാ ധൈര്യവും സംഭരിച്ച് വോൾവറിനോടൊപ്പം ആ വലിയ ബീസ്റ്റിനെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടത്. നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും നമ്മൾ ഒരുമിച്ച് ശക്തമായിട്ട് നിന്നാൽ മാത്രമേ ആ വലിയ ബീസ്റ്റിനെ നമുക്ക് നേരിടാൻ സാധിക്കൂ എന്നൊക്കെ പറഞ്ഞ് സീബ്ര പീപ്പിള് അവരുടെ ഉള്ളിലെ പേടിയൊക്കെ മാറ്റുകയാണ്. എന്നാൽ പെട്ടെന്ന് ഒരു വലിയ അനക്കം കേട്ടതും സീബ്ര പീപ്പിള് എവിടേക്കെന്നില്ലാതെ പേടിച്ചോടാൻ തുടങ്ങി. സീബ്ര പീപ്പിള് പേടിച്ചോടുന്നത് കണ്ടിട്ട് ട്രൈസറാടോപ്പിന്റെ മുകളിലിരുന്ന് വോൾവറിൻ അവരെ കളിയാക്കി. പെട്ടെന്ന് തന്നെ ഒരു വലിയ ടീറക്സ് വോൾവറിൻ വന്ന ട്രൈസറാടോപ്പിനെ ആക്രമിച്ച് അതിനെ കടിച്ചു തിന്നു. അതെ, സീബ്ര പീപ്പിൾ ഭയക്കുന്ന ആ വലിയ ബീസ്റ്റ് ആണ് വോൾവറിന്റെ മുന്നിൽ നിൽക്കുന്നത്. വോൾവറിൻ തന്റെ അഡമാന്റിയം ക്ലോസ് ഒക്കെ സജ്ജമാക്കിയിട്ട് ആ ടീറക്സിന്റെ വായിലേക്ക് ചാടിയിട്ട് അതിന്റെ വായില് കണക്കില്ലാതെ വെട്ടി പരിക്കേൽപ്പിച്ചു. മാത്രമല്ല ആ ടീറക്സിന്റെ അടിവയറ്റിൽ തുടരെ വെട്ടി പരിക്കേൽപ്പിച്ച വോൾവറിൻ അതിനെ കൊല്ലാൻ തയ്യാറായി. വോൾവറിനാണെങ്കിൽ നല്ല കലിപ്പിലാണ്. കാരണം സാവേജ് ലാൻഡില് ഒരു വെക്കേഷന് വന്നതാണ് വോൾവറിൻ ടീറക്സിനെ എന്നേക്കുമായിട്ട് കൊല്ലാൻ പാഞ്ഞടുത്തതും ആ ടീറക്സിനെ ആരോ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ടീറക്സിനെ കൊന്നത് മറ്റാരുമല്ല, അത് നിക് ഫ്യൂറിയാണ്. മാഗ്നീറ്റോയുടെ ആസ്ട്രോയിഡ് എമ്മിന്റെ തകർച്ചയ്ക്കും മാഗ്നീറ്റോയുടെ മരണത്തിനും ശേഷം എന്തൊക്കെയാണ് ലോകത്ത് നടന്നതെന്ന് വോൾവറിന് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. അന്റാർട്ടിക്കയിലെ സാവേജ് ലാൻഡിൽ വെക്കേഷന് വന്ന വോൾവറിൻ അതൊക്കെ എങ്ങനെ അറിയാനാണ്? ആ വലിയ ദുരന്തത്തിന് ശേഷം എല്ലാം പഴയപടിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിക് ഫ്യൂറി. അതിനായിട്ട് തന്റെ ടീമിലേക്ക് വോൾവറിനെ റിക്രൂട്ട് ചെയ്യാനാണ് നിക് ഫ്യൂറി അവിടേക്ക് വന്നത്. വോൾവറിന്റെ ജന്മരാജ്യമായ കാനഡ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, അമേരിക്കയ്ക്ക് നിന്നെ ആവശ്യമുണ്ട് എന്നൊക്കെ നിക് ഫ്യൂറി വോൾവറിനോട് പറയുന്നു. 8 മണിക്കൂറുകൾക്ക് ശേഷം നിക് ഫ്യൂറിയുടെ ഹെലി കാരിയറിൽ അങ്ങനെ നിക് ഫ്യൂറിയുടെ ടീമില് വോൾവറിൻ ജോയിൻ ചെയ്തിരിക്കുന്നു. ആ ടീമിൽ ക്യാപ്റ്റൻ അമേരിക്കയും വിന്റർ സോൾജിയറും മറ്റ് ഷീൽഡ് ഏജന്റ്സും ഉണ്ട്. മാഗ്നീറ്റോയുടെ ആസ്ട്രോയിഡ് എം കാനഡയിലെ ക്യുബക്കിലാണ് പതിച്ചത്. കണക്കുകൾ പ്രകാരം 100 മില്യണോളം ജനങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. USA, യൂറോപ്പ്, കാനഡ, ചൈന എന്നീ രാജ്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ സദേൺ ഏഷ്യയിലും ഇന്ത്യയിലുമായിട്ട് ബില്യൺ കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ വെസ്റ്റേൺ സൈഡിലുള്ള രാജ്യങ്ങൾ എന്നേക്കുമായിട്ട് ഇല്ലാതാകാൻ ഒരാഴ്ചയിൽ താഴെ മാത്രമേ സമയമുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ മില്യൺസ് എന്ന് പറയുന്ന സ്ഥാനത്ത് ബില്യൺസ് എന്ന് പറയേണ്ടി വരും. ആസ്ട്രോയിഡ് എമ്മിന്റെ നാശത്തെ നിക് ഫ്യൂറി അതിജീവിക്കാൻ കാരണം അദ്ദേഹം ഒരു മിഷനു വേണ്ടി എർത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ്. ഷീൽഡ് എന്ന ഓർഗനൈസേഷന് പ്രവർത്തനക്ഷമമായ 20ഓളം ഹെലി കാരിയേഴ്സ് ഉണ്ടായിരുന്നു. ആസ്ട്രോയിഡ് എം പൊട്ടിത്തെറിച്ചതോടെ ഷീൽഡിന്റെ ഹെലി കാരിയേഴ്സ് എല്ലാം നശിക്കപ്പെട്ടു. ഷീൽഡിന് ഇനി 3 ഹെലികാരിയേഴ്സ് മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ആസ്ട്രോയിഡ് എം നശിക്കപ്പെട്ടതോടുകൂടി ഉണ്ടായ EMP അവിടെ ഉള്ളതിനെ എല്ലാം തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ളതായിരുന്നു. ആ സ്ഥലങ്ങളിൽ കമ്പ്യൂട്ടർ, ബൾബ്, ട്രെയിന്, പ്ലെയിന്, പവർ പ്ലാന്റ് ഇതൊന്നും തന്നെ ഇനി ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. അവിടെ ശേഷിക്കുന്ന ജനങ്ങളെ രക്ഷിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഇത് ഒരിക്കലും ഒരു മിലിറ്ററി ഓപ്പറേഷൻ അല്ല. നമ്മൾ സത്യത്തിൽ കൊള്ളയടിക്കാൻ പോവുകയാണ്. നമ്മുടെ ടാർഗറ്റ് ടങ്കസ്ക സ്റ്റേഷൻ ആണ്. നമ്മളിപ്പോൾ ടങ്കസ്ക സ്റ്റേഷന് 100 മൈൽ അകലെയാണ്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ നിലവിലുള്ള ഒരേ ഒരു കോൾഡ് ഫ്യൂഷൻ സീഡ് റിയാക്ടർ അവിടെയാണ് ഉള്ളത്. എന്നാൽ നമ്മുടെ മുന്നിൽ 2 പ്രശ്നങ്ങളുണ്ട്. മാസ്റ്റർ മൈൻഡിന്റെ നേതൃത്വത്തിലുള്ള ദ ബ്രദർഹുഡ് ഓഫ് ഈവിൾ മ്യൂട്ടൻസ് ആണ് ടങ്കസ്ക സ്റ്റേഷൻ റൺ ചെയ്യുന്നത്. എന്നാലും ആസ്ട്രോയിഡ് എം നശിച്ചപ്പോൾ ഉണ്ടായ EMP ബ്ലാസ്റ്റിനെ ടങ്കസ്ക സ്റ്റേഷൻ മാത്രം എങ്ങനെ അതിജീവിച്ചു എന്നത് ഇപ്പോഴും ഒരു രഹസ്യമാണ്.
ക്ലേ ക്വാർട്ടർമെയിനും മറിയ ഹില്ലും ഡം ഡ്യൂഗനും ഞാനും ഓരോ ഹെലികാരിയറിലും നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ നൽകുന്നതായിരിക്കും. ക്യാപ്റ്റൻ അമേരിക്ക, വിന്റർ സോൾജർ, വോൾവറിൻ, നിങ്ങൾ 3 പേരും ഷീൽഡിന്റെ സ്ട്രൈക്ക് ടീമിനോടൊപ്പം ടങ്കസ്ക സ്റ്റേഷനിലേക്ക് പോയിട്ട് കോൾഡ് ഫ്യൂഷൻ സീഡ് റിയാക്ടർ കൈക്കലാക്കണം. 20 മിനിറ്റുകൾക്ക് ശേഷം അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ഹെലികാരിയർ ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമുക്കൊരു ഹെലികാരിയർ നഷ്ടപ്പെട്ടിരിക്കുന്നു. എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്ന് നിക് ഫ്യൂറി ചോദിക്കുമ്പോൾ ക്ലേ ക്വാർട്ടർമെയിന്റെ ഹെലികാരിയറിൽ നിന്നുമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്ന് ഡം ഡ്യൂഗൻ മറുപടിയായിട്ട് പറയുന്നു. നിക് ഫ്യൂറി ക്ലേ ക്വാർട്ടർമെയിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്ലേ ക്വാർട്ടർമെയിൻ അല്ല അദ്ദേഹത്തിനോട് മറുപടി പറയുന്നത്. അതെ, മാസ്റ്റർ മൈൻഡ് ക്ലേ ക്വാർട്ടർമെയിന്റെ ഹെലികാരിയർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. നിക് ഫ്യൂറിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ടീം ഹെലികാരിയറിൽ നിന്ന് ചാടിയതും പെട്ടെന്ന് തന്നെ ഹെലികാരിയർ എക്സ്പ്ലോഡ് ആയി നശിക്കപ്പെടുകയുമാണ്. ഒന്നാമതെ ആ ടീം എണ്ണത്തിൽ ചെറുതാണ്. ഇപ്പോൾ ആ ടീം അതിലും ചെറുതായിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ആ ടീമിൽ ക്യാപ്റ്റൻ അമേരിക്കയും വിന്റർ സോൾജറും വോൾവറിനും പിന്നെ സ്ട്രൈക്ക് ടീമിലെ ഏതാനും ചില ഷീൽഡ് ഏജന്റ്സും മാത്രമേ ജീവനോടെ ഉള്ളൂ. എന്തായാലും എങ്ങനെയൊക്കെയോ താഴെ എത്തിയ അവർ ദൂരെ ടങ്കസ്ക സ്റ്റേഷൻ കാണുകയാണ്. ടങ്കസ്ക സ്റ്റേഷന്റെ എൻട്രി എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി വിന്റർ സോൾജറിന്റെ നിർദ്ദേശപ്രകാരം ടീമിലെ എല്ലാവരും ഓരോരുത്തരായിട്ട് പല ഭാഗത്തേക്കും പോകുന്നു. അങ്ങനെ പല ഭാഗത്തേക്കും പോയ ഷീൽഡ് ഏജന്റ്സിനെ ഓരോരുത്തരെയായിട്ട് ആരൊക്കെയോ ആക്രമിച്ചു കൊല്ലുന്നു. തന്റെ ചുറ്റും എന്തൊക്കെയോ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് വിന്റർ സോൾജർ മനസ്സിലാക്കേണ്ട താമസം പെട്ടെന്ന് അവർ വിന്റർ സോൾജറിനെയും ആക്രമിക്കുന്നു. മലയിലൂടെ തന്റെ വൈബ്രേനിയ ഷീൽഡ് ഉപയോഗിച്ച് സർഫിംഗ് നടത്തി മുന്നോട്ട് യാത്ര ചെയ്യുന്ന ക്യാപ്റ്റൻ അമേരിക്ക മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഒന്ന് നിന്നതേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കാർബണേഡിയം ടെന്റക്കിൾസ് ഉപയോഗിച്ച് ക്യാപ്റ്റൻ അമേരിക്കയെ പുറകിൽ നിന്ന് ആരോ ആക്രമിക്കുന്നു. തന്നെ ആക്രമിക്കാൻ 3 പേർ സജ്ജരായിട്ട് നിൽക്കുകയാണെന്ന് വോൾവറിൻ മനസ്സിലാക്കി. അവരുടെ രക്തം മണത്തറിഞ്ഞ വോൾവറിൻ അവർ ആരൊക്കെയാണെന്നും മനസ്സിലാക്കുന്നു. സേബർ ടൂത്ത്, ഡെഡ്പൂൾ, ഒമേഗ റെഡ്, ഇവരാണ് ആ 3 പേര്. ഡെഡ്പൂളിനും ഒമേഗ റെഡിനും വോൾവറിനെ ഇപ്പോൾ തന്നെ കൊന്നാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ അവരുടെ ബോസായ മാസ്റ്റർ മൈൻഡിന് വോൾവറിനെ ജീവനോടെ വേണം. പിന്നീട് വോൾവറിൻ തന്റെ കണ്ണുകൾ മെല്ലെ തുറക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വോൾവറിന്റെ 2 സൈഡുകളിലായിട്ട് ക്യാപ്റ്റൻ അമേരിക്കയും വിന്റർ സോൾജറിനെയും ബന്ധിച്ചിരിക്കുകയാണ്. അവർ 3 പേരുടെയും ചെസ്റ്റില് സർജറി ചെയ്ത പോലെയുള്ള പാടുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതെങ്ങനെ സംഭവിച്ചതാണെന്ന് അവർക്കറിയത്തില്ല. ഇതെല്ലാം മാസ്റ്റർ മൈൻഡിന്റെ പദ്ധതിയാണ്. മാസ്റ്റർ മൈൻഡ് വോൾവറിനിൽ എക്സ്പെരിമെന്റ് ചെയ്ത് വോൾവറിന്റെ ഹീലിംഗ് ഫാക്ടർ തൽക്കാലത്തേക്ക് മാത്രം വർക്ക് ചെയ്യാതിരിക്കാൻ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു. വോൾവറിന്റെയും ക്യാപ്റ്റൻ അമേരിക്കയുടെയും വിന്റർ സോൾജറിന്റെയും ചെസ്റ്റില് സർജറി ചെയ്ത പോലത്തെ പാടുകൾ ഉണ്ടല്ലോ, അതെ, അവരുടെ ചെസ്റ്റിനുള്ളിൽ ദ ബ്രദർഹുഡ് ഓഫ് ഈവിള് ബോംബ് വെച്ചിരിക്കുകയാണ്. വോൾവറിൻ നല്ല കട്ടക്കലിപ്പിലാണ്. ഈ സമയത്ത് ദ ബ്രദർഹുഡ് ഓഫ് ഈവിൾ എന്ന ടീമിലെ മറ്റൊരു മെമ്പർ കൂടെ അവിടേക്ക് വരികയാണ്. അതെ, അത് മറ്റാരുമല്ല, മുൻകാലങ്ങളിൽ എക്സ്മെൻ എന്ന ടീമിലെ മെമ്പർ ആയിരുന്ന പീറ്റർ റാസ്പുട്ടിൻ അഥവാ കൊളോസസ് ആണ്. നമ്മൾ ഇത്രയുമൊക്കെ അവന്മാരെ പഞ്ഞു കിട്ടതല്ലേ, ഇനി അവന്മാരെ വിട്ടേക്കൂ, അവർ പോയിട്ട് നിലവിൽ ബാക്കിയായിട്ടുള്ള ജനങ്ങളെ രക്ഷിക്കട്ടെ എന്ന് കൊളോസസ് പറയുമ്പോൾ ഡെഡ്പൂള് അതിന് മറുപടിയായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇവന്മാരുടെ ചെസ്റ്റില് ബോംബ് വെച്ചത് എന്റെ ഐഡിയ ആണ്. ഇവന്മാരെ വെറുതെ വിട്ടാലും ഇവന്മാർ ഇവിടം വിട്ടു പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ബട്ടൺ ഞെക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അമേരിക്കയും വോൾവറിനെയും വിന്റർ സോൾജറിനെയും ദ ബ്രദർഹുഡ് ഓഫ് ഈവിള് മോചിപ്പിക്കുന്നു. ക്യാപ്റ്റൻ അമേരിക്കയോടും വിന്റർ സോൾജറിനോടുമൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വോൾവറിൻ വിസമ്മതിക്കുന്നു. കാരണം തനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ടെന്നും ദ ബ്രദർഹുഡ് ഓഫ് ഈവിളിന്റെ റേഞ്ചിൽ നിന്ന് നിങ്ങൾ വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടോളൂ എന്നും ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എല്ലാവരെയും അറിയിക്കണമെന്നും വോൾവറിൻ അവരോട് പറയുന്നു. എന്നിട്ട് വോൾവറിൻ കൊളോസസിനെ ദേഷ്യത്തോടെ വെല്ലുവിളിക്കുന്നു. ഇതേ സമയത്ത് ഡെഡ്പൂള് തന്റെ കയ്യിലുണ്ടായിരുന്ന റിമോട്ടിലെ ബട്ടൺസിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന വിന്റർ സോൾജറും ക്യാപ്റ്റൻ അമേരിക്കയും അവരുടെ നെഞ്ചിലുണ്ടായിരുന്ന ബോംബുകൾ പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറി മരിക്കുന്നു. വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഉപയോഗിച്ച് തന്റെ നെഞ്ചിൽ വെച്ചിരിക്കുന്ന ബോംബ് എടുത്തു കളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കണ്ട ഡെഡ്പൂള് തന്റെ കയ്യിലുള്ള റിമോട്ടിലെ ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നതോടെ വോൾവറിന്റെ നെഞ്ചിലുണ്ടായിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ച് വോൾവറിനും ചിന്നിച്ചിതറുന്നു. ശത്രുക്കളെ കൊന്ന ശേഷം ദ ബ്രദർഹുഡ് ഓഫ് ഈവിള് നടന്നകലുന്നു. മാസ്റ്റർ മൈൻഡ് ടെമ്പററി ആയിട്ട് മാത്രമേ വോൾവറിന്റെ ഹീലിംഗ് ഫാക്ടറിനെ പ്രവർത്തനരഹിതമാക്കിയിട്ടുള്ളായിരുന്നു. സ്വല്പ സമയത്തിന് ശേഷം ചിന്നിച്ചിതറിയ വോൾവറിന്റെ ശരീരം കൂടി
കൂടിയോജിക്കുവാൻ തുടങ്ങി. അതെ, വോൾവറിന്റെ ഹീലിംഗ് ഫാക്ടർ വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിച്ചു. മരണത്തെ അതിജീവിച്ച വോൾവറിൻ ഉഗ്ര ദേഷ്യത്തോടെ ഉയർത്തെഴുന്നേറ്റു. വോൾവറിന്റെ റിവെഞ്ച് ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. നിക് ഫ്യൂറിയുടെ സ്ട്രൈക്ക് ടീമിൽ അവശേഷിക്കുന്നത് വോൾവറിൻ മാത്രമാണ്. ക്യാപ്റ്റൻ അമേരിക്കയും വിന്റർ സോൾജറും ഉൾപ്പെടെയുള്ള എല്ലാ സ്ട്രൈക്ക് ടീം മെമ്പേഴ്സിനെയും അവസാനമായിട്ട് ആദരിക്കാനെത്തിയ വോൾവറിൻ നിക് ഫ്യൂറി ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. തന്റെ സ്ട്രൈക്ക് ടീമിനെ നോക്കി നിക് ഫ്യൂറി വോൾവറിനോട് പറയുകയാണ്, അവരായിരുന്നു ഏറ്റവും മികച്ചവർ, അവരെ വല്ലാതെ മിസ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഭാഗ്യമുള്ളതുകൊണ്ടാകാം അവർ പെട്ടെന്ന് പോയത്. വരാനിരിക്കുന്ന വിനാശത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമെല്ലാം നശിക്കപ്പെട്ടിരിക്കുന്നു. ഈ കോണ്ടിനെന്റിലെ 2 കോടിയോളം വരുന്ന ജനങ്ങൾ മരണപ്പെടാൻ പോവുകയാണ്. ഒരു വേൾഡ് വാർ കാരണമുണ്ടായ ഭീകരത ഞാൻ നേരിട്ട് കണ്ടതാണ്. പലപ്പോഴും ഞാൻ എന്റെ വേസ്റ്റ് നൈറ്റ്മെയർസിനെ നേരിട്ടിട്ടുണ്ട്. കോൾഡ് വാറിന്റെ സമയത്തുണ്ടായ ആ തണുത്ത നരകത്തെയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഉറപ്പ് പറയുകയാണ്, നമ്മൾ ഇതുവരെ കണ്ടതിലും അനുഭവിച്ചതിലും ഏറ്റവും ഭീകരതയേറിയതാണ് ഇനി വരാൻ പോകുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാല് ഒരു കുപ്പി മദ്യവുമായിട്ട് എനിക്കേറെ ഇഷ്ടപ്പെട്ട ഗണ്ണും പിടിച്ച് മരണത്തെ കാത്തിരിക്കും. പിന്നെ ഒരു ദിവസം ഞാൻ എന്റെ ഈ സുഹൃത്തുക്കളെയെല്ലാം മറ്റൊരിടത്ത് കണ്ടുമുട്ടും. നിന്റെ കാര്യം എങ്ങനെയാണ് ലോഗൻ? നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം ഡക്കോട്ടാസിലെ ഒരു കുന്നിൻ ചരിവിലൂടെ വോൾവറിൻ ഏകനായി നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ വോൾവറിന്റെ മുന്നിലേക്ക് ഒരു ജീപ്പ് വന്ന് ബ്രേക്ക് ഇട്ട് നിന്നു. ആ ജീപ്പിൽ വന്നിറങ്ങിയത് ഡാനി മൂൺസ്റ്റാർ ആണ്. അവളും വോൾവറിനെ പോലെ ഒരു മ്യൂട്ടന്റ് ആണ്. വോൾവറിനെ കണ്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് പകരം വോൾവറിൻ അവർ അറിയാതെ അവരെ നിരീക്ഷിക്കാൻ വന്നതാണെന്ന് ഡാനി മൂൺസ്റ്റാർ കുറ്റപ്പെടുത്തി. ഡക്കോട്ടാസിൽ ഒരിടത്തും ഇലക്ട്രിസിറ്റിയോ മറ്റു പവേഴ്സോ ഒന്നും തന്നെയില്ല. ആകെ മൊത്തം ഇരുട്ടാണ്. മാഗ്നറ്റോയുടെ സ്പേസ് സ്റ്റേഷനായ ആസ്ട്രോയിഡ് എം നശിക്കപ്പെട്ടുണ്ടായ EMP ലോകം മൊത്തമുള്ള എല്ലാ പവേഴ്സും ഇല്ലാതാക്കിയിരിക്കുന്നു. ഡക്കോട്ടാസിനെയും അത് ബാധിച്ചിട്ടുണ്ട്. എവിടെയും ഒരൊറ്റ വെളിച്ചം പോലുമില്ല. എന്നാൽ ആകെയുള്ള വെളിച്ചം കണ്ടിട്ട് അവിടേക്ക് പുറപ്പെട്ടതാണ് വോൾവറിൻ. ആർക്കും പവർ ഇല്ലാത്ത ഈ സമയത്ത് അവർക്ക് മാത്രം പവർ ഉണ്ടെങ്കിൽ ആ കാരണത്തെ തേടിയാണ് വോൾവറിൻ വന്നത്. അതെ, വോൾവറിൻ വന്നത് ഫോർജ് എന്ന ഒരു മ്യൂട്ടന്റിനെ തേടിയാണ്. 2 ദിവസങ്ങൾക്ക് ശേഷം നോർത്തിലും ഈസ്റ്റിലുമായിട്ട് ആസ്ട്രോയിഡ് എം തകർന്നു വീണ സ്ഥലങ്ങളിലെല്ലാം അതിന്റെ അവശിഷ്ടങ്ങൾ തേടി ഫോർജിനോടൊപ്പം അലയുകയാണ് വോൾവറിൻ. മരണപ്പെട്ടു പോയ തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി റിവെഞ്ച് എടുക്കാൻ പുറപ്പെട്ടതാണ് വോൾവറിൻ എന്ന് ഫോർജിന് നന്നായിട്ട് അറിയാം. അങ്ങനെ യാത്ര ചെയ്ത് അവസാനം അവർ ആസ്ട്രോയിഡ് എം തകർന്നു വീണ എക്സാക്ട് ലൊക്കേഷനിൽ എത്തി. ആസ്ട്രോയിഡ് എം തകർന്നു വീണിട്ട് അതിന്റെ ഒരവശിഷ്ടം പോലും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് വോൾവറിൻ അതിശയത്തോടെ ഫോർജിനോട് ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് ഫോർജ് പറയുകയാണ്, മാഗ്നറ്റോയെ വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ പിന്തുടരുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അവരാണ് ആസ്ട്രോയിഡ് എമ്മിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ നിന്നും മാറ്റിയത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ഇവിടെയെല്ലാം സ്കാൻ ചെയ്ത് നോക്കി. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ വളരെ താഴ്ചയിൽ മാഗ്നറ്റോയുടെ ബോഡി കിടപ്പുണ്ട്. അത്രമാത്രം താഴ്ചയിൽ കിടക്കുന്നതുകൊണ്ടാകാം ആസ്ട്രോയിഡ് എമ്മിന്റെ അവശിഷ്ടങ്ങളെല്ലാം മാറ്റിയിട്ടും മാഗ്നറ്റോയുടെ ബോഡി അവർക്ക് ലഭിക്കാഞ്ഞത്. ഇത്രയും പറഞ്ഞിട്ട് ഫോർജ് ഒരു മൺവെട്ടി വോൾവറിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കുഴി വെട്ടിക്കോളാൻ പറയുന്നു. ഇത് തന്റെ റിവെഞ്ച് അല്ല, വോൾവറിന്റെ റിവെഞ്ച് ആണ്. അതുകൊണ്ടാകാം അവൻ തന്നെ കുഴി വെട്ടട്ടെ എന്ന് ഫോർജ് തീരുമാനിച്ചത്. അങ്ങനെ ഫോർജ് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് വോൾവറിൻ കുഴി വെട്ടാൻ ആരംഭിച്ചു. കുറച്ചു സമയത്തിന് ശേഷം കുഴി എടുത്തുകൊണ്ടിരുന്ന വോൾവറിൻ അത് കണ്ടു. അതെ, മാഗ്നറ്റോയുടെ ബോഡി മണ്ണിൽ മൂടപ്പെട്ട് കിടക്കുന്നു. വോൾവറിൻ മാഗ്നറ്റോയുടെ തലയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഹെൽമെറ്റ് ഊരിയെടുക്കുന്നു. അതെ, മാഗ്നറ്റോയുടെ ഹെൽമെറ്റ് ആണ് വോൾവറിൻ തന്റെ റിവെഞ്ചിന് വേണ്ടി ആയുധമാക്കാൻ പോകുന്നത്. മാഗ്നറ്റോയുടെ ഹെൽമെറ്റിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മാഗ്നറ്റോയുടെ ഹെൽമെറ്റിൽ അത്യാവശ്യം മിനുക്ക് പണികളൊക്കെ ചെയ്ത് അതിൽ വൈബ്രേനിയം കൂടി ആഡ് ചെയ്യുകയാണ് ഫോർജ്. പേര് പോലും മായപ്പെട്ട ഒരു സിറ്റി. ആ സിറ്റി കണ്ടാൽ ഒരുമാതിരി പ്രേതാലയം പോലെ തോന്നും. ആ സിറ്റിയിലൂടെ തലയിൽ ഹൂഡിയിട്ട ഒരാൾ നടന്നു പോകുന്നു. അയാൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ മൊത്തം സിറ്റിയും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അയാൾ നടന്ന് ഒരു കോട്ടയുടെ മുന്നിലെത്തി. അയാൾ ആ കോട്ടയുടെ വേലി മുറിച്ചു മാറ്റി ആ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അതെ, അത് മാസ്റ്റർ മൈൻഡിന്റെ കോട്ടയാണ്. ലോകത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴും അയാൾ തന്റെ പരിചാരകരായ സ്ത്രീകളോടൊപ്പം സുഖിച്ച് ജീവിക്കുകയാണ്. തന്റെ കോട്ടയ്ക്കുള്ളിൽ അനുവാദമില്ലാതെ ആരോ പ്രവേശിച്ചിട്ടുണ്ടെന്ന് മാസ്റ്റർ മൈൻഡ് മനസ്സിലാക്കി.
നിന്റെ കൂടെയുള്ളവരായ റാസ്പുട്ടീനും വെയ്ഡും ക്രീഡും ഒമേഗ റെഡും ഒക്കെ എവിടെയാണുള്ളതെന്ന് ആ ഹൂഡിയിട്ട വ്യക്തി മാസ്റ്റർ മൈൻഡിനോട് ചോദിക്കുന്നു. എന്റെ കൂട്ടാളികൾ എവിടെയാണെന്ന് എനിക്കറിയാം. എല്ലാ രഹസ്യങ്ങളും പറയാൻ പോകുന്നത് ഞാനായിരിക്കില്ല, അത് നീയായിരിക്കും. നിന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ മനസ്സിലാക്കും, നിന്റെ കഴിവുകളെ തകർക്കും, നിന്റെ മൈൻഡിനെ ഞാൻ ബ്രേക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് മാസ്റ്റർ മൈൻഡ് ആ ഹൂഡി ഇട്ട വ്യക്തിയെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ഹൂഡിയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന മാസ്റ്റർ മൈൻഡ് ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു പോയി. അതെ, ആ ഹുഡിയുടെ മറവിൽ വന്നത് മാസ്റ്റർ മൈൻഡിനോട് പ്രതികാരം ചെയ്യാനെത്തിയ വോൾവറിൻ ആണ്. അതും മാഗ്നീറ്റോടെ ഹെൽമെറ്റ് ധരിച്ച്. മാഗ്നീറ്റോടെ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ മാസ്റ്റർ മൈൻഡിന് ഒരിക്കലും വോൾവറിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. പരിചാരകരെ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മാസ്റ്റർ മൈൻഡിനെ വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഉപയോഗിച്ച് ആക്രമിച്ച് മാസ്റ്റർ മൈൻഡിന്റെ തല വെട്ടിയെടുത്തുകൊണ്ട് ആ സിറ്റിയിൽ നിന്നും പോകുന്നു. അല്പസമയത്തിനു ശേഷം നമ്മൾ കാണുന്നത് വോൾവറിൻ വെട്ടിക്കൊണ്ടുവന്ന മാസ്റ്റർ മൈൻഡിന്റെ തലയിൽ ഫോർജ് എക്സ്പെരിമെന്റുകൾ ചെയ്യുന്നതാണ്. മാസ്റ്റർ മൈൻഡിന്റെ ബ്രെയിനിലെ മെമ്മറീസ് ആക്സസ് ചെയ്ത് ദ ബ്രദർഹുഡ് ഓഫ് ഈവിൾ മ്യൂട്ടൻസിലെ ഓരോ മെമ്പേഴ്സിന്റെയും എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ഫോർജും വോൾവറിനും. എന്തായാലും വോൾവറിൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാണ് കൊളോസസ് ഉള്ളത്. ഒമേഗ റെഡും അടുത്ത് തന്നെ ഉണ്ട്. ഡെഡ്പൂളിനെ ഒന്നിലധികം ലൊക്കേഷനിൽ കാണിക്കുന്നുണ്ട്. ഡെഡ്പൂൾ അല്ലേ ആള്, പുള്ളി ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ലല്ലോ. സേബർ ടൂത്ത് തൊട്ടടുത്തുള്ള ഒരു ഡെസേർട്ടിലുണ്ട്. വോൾവറിന് ഇവരെ എല്ലാം തേടി പിടിച്ച് കൊല്ലണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ആവശ്യമാണ്. ആ ഒരു കാര്യം ഫോർജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഒരാഴ്ചയ്ക്ക് ശേഷം സേബർ ടൂത്ത് ഡെസേർട്ടിൽ ഒരു ജീവിയെ കൊന്നിട്ട് അതിനെ അൽഫാമാക്കി കഴിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ശബ്ദം സേബർ ടൂത്ത് കേട്ടു. ഒരു വെള്ള വെളിച്ചം തന്റെ അടുക്കലേക്ക് പാഞ്ഞടുക്കുന്നു. അത് ഒരു ബൈക്കാണ്. ആ ബൈക്കിൽ വന്നെത്തിയതോ സാക്ഷാൽ വോൾവറിൻ. തന്റെ പക്കലേക്ക് വോൾവറിൻ വന്നതിൽ സേബർ ടൂത്തിന് ആശ്ചര്യമൊന്നും തോന്നിയില്ല. തന്നെ വോൾവറിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും തന്നെ തോൽപ്പിക്കാൻ വോൾവറിന് ഒരിക്കലും സാധിക്കില്ലെന്നുമൊക്കെ ഒരു ഓവർ കോൺഫിഡൻസ് സേബർ ടൂത്തിനുണ്ട്. നിന്റെ പ്രതികാരം അത് ഇപ്പോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് സേബർ ടൂത്ത് നമ്മുടെ വോൾവറിനെ എടുത്ത് നന്നായിട്ട് പെരുമാറി. വോൾവറിന്റെ വായിൽ നിന്നും ശരീരത്തിൽ നിന്നുമെല്ലാം ചോര പുറപ്പെടാൻ തുടങ്ങി. ഒരു ദയയുമില്ലാത്ത ആക്രമണം. സേബർ ടൂത്ത് തന്റെ ക്ലോസിന്റെ സഹായത്തോടെ വോൾവറിനെ തുടരെ ആക്രമിച്ച് അദ്ദേഹത്തെ നിലംപരിശാക്കി. നീ നിന്റേതാണെന്ന് ചിന്തിച്ചതെല്ലാം ഇനി എന്റേതാണ്. നിന്നെ ഞാൻ ഇവിടിട്ട് തീർക്കുന്നതോടെ നിന്റെ ഈ ബൈക്കും ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്നൊക്കെ സേബർ ടൂത്ത് പറയുമ്പോൾ, ഈ ബൈക്ക് ഞാൻ എന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. അവൻ ഇത് എനിക്ക് തന്നപ്പോൾ ഞാൻ അവൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടേ എന്ന് പറഞ്ഞിട്ട് വോൾവറിൻ സേബർ ടൂത്തിന്റെ നെഞ്ചിലേക്ക് തന്റെ അഡമാന്റിയ ക്ലോസ് കുത്തിയിറക്കി. അപ്പോഴാണ് തനിക്ക് എന്തൊക്കെയോ പ്രശ്നം സംഭവിക്കുന്നുണ്ടെന്ന് സേബർ ടൂത്തിന് മനസ്സിലായത്. അതെ, സേബർ ടൂത്തിന്റെ ഹീലിംഗ് ഫാക്ടർ പ്രവർത്തിക്കുന്നില്ല. അപ്പോഴാണ് വോൾവറിൻ ആ സത്യം സേബർ ടൂത്തിനോട് വെളിപ്പെടുത്തുന്നത്. വോൾവറിന് ബൈക്ക് കൊടുത്ത ഫ്രണ്ട് മ്യൂട്ടൻസിന്റെ പവേഴ്സിനെ ഇല്ലാതാക്കുന്ന ഒരു ന്യൂട്രലൈസർ ആ ബൈക്കിന്റെ ഹെഡ് ലാമ്പില് അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കിന്റെ ലാമ്പിലെ വെളിച്ചം അടിച്ചതോടെ സേബർ ടൂത്തിന്റെ പവേഴ്സ് നഷ്ടപ്പെട്ടിരുന്നു. സേബർ ടൂത്തിന് ഇനി ഹീൽ ചെയ്യുവാൻ സാധിക്കില്ല. നിന്റെ മ്യൂട്ടൻ പവേഴ്സ് എല്ലാം ഇല്ലാതായടാ, നിനക്കിനി ഹീൽ ചെയ്യുവാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, കാരണം എന്റെ ഹീലിംഗ് ഫാക്ടർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ രക്തം ഇപ്പോഴും പൊക്കോണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നീ എന്നെ എങ്ങനെയാണോ ഉപദ്രവിച്ചത് അതിനെല്ലാം ഞാൻ ഇന്ന് പ്രതികാരം വീട്ടും. ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ അവസാനിപ്പിക്കുമെന്നൊക്കെ വോൾവറിൻ സേബർ ടൂത്തിനോട് പറയുമ്പോൾ, എന്നെ അവസാനിപ്പിക്കാനോ? എനിക്ക് നിന്നെ ഇപ്പോഴും തീർക്കാൻ സാധിക്കില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നീ സംസാരിക്കുന്നത് ഈ കാട്ടിലെ ഏറ്റവും ക്രൂരനായ ചെന്നായോടാണെന്ന് സേബർ ടൂത്ത് വോൾവറിനോട് മറുപടിയായിട്ട് പറയുന്നു. അത് കേട്ട വോൾവറിൻ സേബർ ടൂത്തിനോട് പറയുവാണ്, അത് നല്ല തമാശയാണല്ലോ. ഞാൻ വിചാരിച്ചു ഞാൻ സംസാരിക്കുന്നത് ഒരു ചത്ത ശവത്തോടാണെന്ന്. എന്നിട്ട് വോൾവറിനും സേബർ ടൂത്തും ആ വിജനമായ ഡെസേർട്ടിൽ വെച്ച് പോരാടുന്നതോടെ വോൾവറിൻ റിവെഞ്ച് എന്ന കോമിക്സിന്റെ രണ്ടാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. ദ ബ്രദർഹുഡ് ഓഫ് ഈവിൾ മ്യൂട്ടൻസിനെതിരെ റിവെഞ്ച് എടുക്കാൻ ശ്രമിക്കുന്ന വോൾവറിൻ അതിലെ മെമ്പേഴ്സ് ആയ മാസ്റ്റർ മൈൻഡ്, സേബർ ടൂത്ത് എന്നിവരെ ബ്രൂട്ടലായിട്ട് കൊന്നിട്ടുണ്ട്. ആ ടീമിൽ ഇനി അവശേഷിക്കുന്നത് ഒമേഗ റെഡും ഡെഡ്പൂളും കൊളോസസുമാണ്. അവർ 3 പേരെയും കൊന്നാൽ വോൾവറിന്റെ പ്രതികാരം അവസാനിക്കും. കൊളോസസിന്റെ പക്കലേക്ക് എത്താൻ വോൾവറിൻ ഒരു യാത്ര പോകാൻ തീരുമാനിക്കുന്നു. കപ്പൽ മാർഗമാണ് വോൾവറിന് യാത്ര ചെയ്യേണ്ടിയത്. ആളുകൾ സാധാരണ സഞ്ചരിക്കുന്ന കപ്പലിലല്ല വോൾവറിൻ യാത്ര ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം യാത്ര ചെയ്യാൻ പോകുന്നത് ഒരു കാർഗോ ഷിപ്പിലാണ്.
ജിബ്രാൾട്ടാറിലേക്കുള്ള വെപ്പൺസ് കൊണ്ടുപോകുന്ന ഒരു കാർഗോ ഷിപ്പായിരുന്നു അത്. ആസ്ട്രോയിഡ് എം ഭൂമിയിലേക്ക് പതിച്ചുണ്ടായ സംഭവ വികാസങ്ങൾക്ക് ശേഷം കടലാസ് പണത്തിന് ലോകത്തിൽ ഒരു മൂല്യവും ഉണ്ടായിരുന്നില്ല. കാർഗോ ഷിപ്പിൽ ആളുകളെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും പ്രത്യേക അനുമതിയോ അല്ലെങ്കിൽ സ്വർണങ്ങളോ മറ്റോ നൽകിയാൽ മാത്രമേ ആളുകൾക്ക് കപ്പലിൽ യാത്ര ചെയ്യുവാനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. കാർഗോ ബോട്ടിൽ കയറാൻ നിൽക്കുന്ന ഒരൊറ്റ ആൾക്കാരുടെ കയ്യിലും സ്വർണമോ ഓതറൈസ്ഡ് ആയിട്ടുള്ള മറ്റൊന്നും തന്നെ ഇല്ല. കാർഗോ ഷിപ്പിൽ ആരെയും കയറ്റാത്തതുകൊണ്ട് തന്നെ കുറെ നേരം ലൈനിൽ നിന്ന വോൾവറിൻ മുന്നോട്ട് വന്നിട്ട് കപ്പലിലെ സോൾജേഴ്സിനെ നന്നായിട്ടൊന്ന് വരട്ടി. ഈ ബോട്ടിൽ ഞാൻ കയറും, ജനങ്ങൾ എന്നോടൊപ്പം കയറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീയൊക്കെ അവരെയും കൊണ്ട് യാത്ര തുടങ്ങൂ എന്നൊക്കെ. വോൾവറിന്റെ വരട്ടല് കേട്ട് പേടിച്ചിട്ട് തന്നെ ആവണം വോൾവറിനെയും മറ്റ് യാത്രക്കാരെയും ആ സോൾജേഴ്സ് കപ്പലിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചു. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ ആ കാർഗോ ഷിപ്പ് ലക്ഷ്യസ്ഥാനത്തിൽ നങ്കൂരമിട്ട് യാത്ര അവസാനിപ്പിച്ചു. കപ്പലിൽ നിന്നിറങ്ങിയ വോൾവറിൻ ചുറ്റും മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു പ്രദേശത്തുകൂടെ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ നടന്ന് വോൾവറിൻ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ അടുത്തെത്തി. ആ പവർ പ്ലാന്റിൽ തീ കത്തുന്നതും അതിൽ നിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചം വരുന്നതും വോൾവറിന്റെ ശ്രദ്ധയിൽ പെട്ടു. പവർ പ്ലാന്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ മുന്നോട്ട് നടന്ന വോൾവറിന്റെ കാലില് പാമ്പ് ചുറ്റുന്ന പോലെ എന്തോ ഒന്ന് ചുറ്റി. അതെ, അവിടെ ഉള്ളത് മറ്റാരുമല്ല, ഒമേഗ റെഡ് ആണ്. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്തായാലും അതിപ്പോൾ നേരിട്ട് കാണുവാൻ പറ്റി. ഒമേഗ റെഡ് തന്റെ ടെന്റക്കിൾസ് ഉപയോഗിച്ച് വോൾവറിനെ കാലെ വരി താഴെ അടിക്കുന്നു. നിനക്ക് വേദനിക്കുന്നുണ്ടോടാ? ഇത്രയും ദൂരം നീ വന്നത് ഇതിനായിരുന്നോ എന്ന് പുച്ഛത്തോടെ ഒമേഗ റെഡ് പറയുമ്പോൾ, പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നവന് വേദനയൊക്കെ എന്താണ് സുഹൃത്തെ? എന്റെ പ്രതികാരത്തിന് തടസ്സമായി നിൽക്കുന്ന ഒന്ന് മാത്രമാണ് നീ എന്ന് വോൾവറിൻ മറുപടിയായിട്ട് പറയുന്നു. അത് കേട്ടതും ഒമേഗ റെഡ് തന്റെ ടെന്റക്കിൾസ് വോൾവറിന്റെ നെഞ്ചിലൂടെ കുത്തിയിറക്കി. വോൾവറിൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. വോൾവറിന് നല്ല വേദനയുണ്ടെങ്കിലും വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസിന്റെ സഹായത്തോടെ തന്റെ നെഞ്ചിൽ കുത്തിക്കയറിയ ഒമേഗ റെഡിന്റെ ടെന്റക്കിൾസ് വെട്ടിക്കളയുന്നു. ആ വെട്ടിക്കളഞ്ഞ ഒമേഗ റെഡിന്റെ ടെന്റക്കിൾസ് ഉപയോഗിച്ച് തന്നെ വോൾവറിൻ ഒമേഗ റെഡിന്റെ കഴുത്തില് ചുറ്റിപ്പിടിക്കുന്നു. എന്നിട്ട് വോൾവറിൻ ഒമേഗ റെഡിന്റെ കഴുത്ത് ഞെരിച്ച് അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ഒമേഗ റെഡിനെ കൊന്ന വോൾവറിൻ അവിടെയുള്ള ഒരു മരത്തിൽ അദ്ദേഹത്തെ കെട്ടി തൂക്കിയിട്ട് പവർ പ്ലാന്റിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ആളിക്കത്തുന്ന തീയില് ഒരാൾ ഇരിക്കുന്നതായിട്ട് വോൾവറിൻ കാണുന്നു. ആ വ്യക്തിയോട് സംസാരിക്കാൻ വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഉപയോഗിച്ച് റിയാക്ടറിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. റിയാക്ടറിന്റെ മുകളില് അതിൽ നിന്ന് വരുന്ന റേഡിയേഷനും അടിച്ച് ഏകനായി ഇരിക്കുന്നത് മറ്റാരുമല്ല, അത് സാക്ഷാൽ ഡെഡ്പൂൾ ആണ്. ഡെഡ്പൂളും വോൾവറിനും സാധാരണ കണ്ടാൽ അടിയാണ് പതിവ്. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല സംഭവിച്ചത്. അടിയിടുന്നതിന് പകരം അവർ തമ്മിൽ നോർമലായിട്ട് സുഹൃത്തുക്കളെ പോലെ സംസാരിക്കാൻ ആരംഭിച്ചു. അവർ സംസാരിക്കുമ്പോൾ പോലും ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ റിയാക്ടറിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കാരണം അവരുടെ സ്യൂട്ടുകളും സ്കിന്നുകളുമെല്ലാം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രോയിഡ് എം തകർന്നു വീണതിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ആസ്ട്രോയിഡ് എം തകർന്നു വീണുണ്ടായ ദുരന്തത്തെ പറ്റി ഓർക്കുമ്പോൾ തനിക്ക് നല്ല വിഷമമുണ്ടെന്നും ഡെഡ്പൂള് വോൾവറിനോട് പറയുന്നു. ഈ പവർ പ്ലാന്റിലെ റിയാക്ടറിന് എന്താണ് കുഴപ്പമെന്ന് ഒരു കൗതുകത്തോടെ വോൾവറിൻ ഡെഡ്പൂളിനോട് ചോദിച്ചു. ഈ പവർ പ്ലാന്റ് തന്നെ വലിയൊരു മണ്ടത്തരമായിരുന്നു. പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓരോ ആഴ്ചയിലും ഇവിടെ നിന്ന് റേഡിയേഷൻ ലീക്ക് ആകാൻ തുടങ്ങി. ഇപ്പോൾ ആ റേഡിയേഷൻ ഓരോ 20 മിനിറ്റിലും ലീക്ക് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നുവെന്ന് ഡെഡ്പൂള് വോൾവറിനോട് മറുപടിയായിട്ട് പറയുന്നു. ഡെഡ്പൂളിന് ഇപ്പോൾ നല്ല വിഷമമുണ്ട്. താൻ ഇതുവരെ ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കുകയാണ് ഡെഡ്പൂള്. പല സമയത്തും സങ്കടങ്ങൾ മറികടക്കാനും വേദന ഇല്ലാതാക്കാനും പല വഴികളും ഡെഡ്പൂള് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഈ പ്രാവശ്യം സങ്കടത്തിന്റെയും വേദനകളുടെയും എണ്ണം കൂടുതലാണ്. വോൾവറിൻ ഡെഡ്പൂളിനെ ആശ്വസിപ്പിക്കുന്നു. അതായത് നമ്മൾ ചെയ്ത പാപങ്ങളൊന്നും നമ്മളെ വിട്ട് ഒരിക്കലും പോകത്തില്ല. പക്ഷെ ആ പാപങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയ വേദനയും മുറിവുകളും നമ്മുടെ ബോഡി എങ്ങനെയാണോ ഹീല് ചെയ്യുന്നത് അതേപോലെ തന്നെ ഹീല് ചെയ്യാൻ നമ്മൾ പ്രയത്നിക്കണം എന്നൊക്കെ. അത് കേട്ട ഡെഡ്പൂള് പറയുവാണ്, അപ്പോൾ ശരി, ഷോ അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് മറ്റൊരിടത്ത് വെച്ച് കണ്ടുമുട്ടാൻ ലോഗൻ. നിന്റെ സുഹൃത്തുക്കളെ ബോംബ് വെച്ച് ക്രൂരമായി കൊന്നതിന് നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡെഡ്പൂള് ആ റിയാക്ടറിന്റെ ഉള്ളിലേക്ക് വീഴാൻ തയ്യാറായി.
എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വോൾവറിൻ ഡെഡ്പൂളിനെ പിടിച്ചു നിർത്തിയിട്ട് പറയുവാണ്, സോറി വെയ്ഡ്, നീ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കില്ലെന്ന്. വോൾവറിൻ തന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയത് കണ്ട് ഡെഡ്പൂള് വളരെയധികം സന്തോഷവാനായി. ഡെഡ്പൂള് വളരെ സന്തോഷത്തോടെ പറയുവാണ്, ഞാൻ മരിക്കുന്നത് കാണാൻ നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ദൈവമേ, നമ്മൾ ഒരു തവണ കൂടെ ഒരുമിക്കാൻ പോവുകയാണോ? നമ്മൾ ഒരുമിച്ചാൽ നമുക്ക് എല്ലാ തെറ്റുകളെയും ശരിയാക്കി മാറ്റുവാൻ സാധിക്കും. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടോ? അത് കേട്ട വോൾവറിൻ ഡെഡ്പൂളിനോട് പറയുവാണ്, മാസ്റ്റർ മൈൻഡിനെയും സേബർ ടൂത്തിനെയും ഒമേഗ റെഡിനെയും ഞാൻ ഇല്ലാതാക്കി. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. നമ്മൾ ചെയ്ത പോലെ വേറൊരാൾ ചെയ്താൽ അയാളോട് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുമോ? അതെ, എനിക്ക് ക്ഷമിക്കുവാൻ സാധിക്കുമെന്ന് മറുപടിയായിട്ട് ഡെഡ്പൂൾ പറഞ്ഞതും, എന്നാൽ എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞിട്ട് വോൾവറിൻ ഡെഡ്പൂളിനെ റേഡിയേഷൻ വമിക്കുന്ന റിയാക്ടറിലേക്ക് തള്ളിയിട്ട് കൊന്നുകളയുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വോൾവറിൻ ഏതോ ഒരു പ്രദേശത്ത് ഒരു ശവക്കുഴി വെട്ടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വോൾവറിൻ ആരെയാണോ തേടുന്നത് അയാളുടെ മണം വോൾവറിൻ മണത്തറിയുന്നു. എന്നിട്ട് വോൾവറിൻ നേരെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, എനിക്കറിയാം നിനക്ക് എന്നെ കാണാൻ സാധിക്കുമെന്ന്. നീ അവിടെ ഒളിച്ചിരിക്കുകയാണോ? നീ പുറത്തേക്ക് വരുന്നോ അതോ ഞാൻ അകത്തേക്ക് വരണോ എന്നൊക്കെ. വോൾവറിന്റെ വെല്ലുവിളി കേട്ട് അയാൾ ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. അതെ, ആ വീട് മറ്റാരുടെയുമല്ല. ആ വീട് പീറ്റർ റാസ്പുട്ടിൻ അഥവാ കൊളോസസിന്റേതായിരുന്നു. കൊളോസസിനെ കണ്ട വോൾവറിൻ പറയുവാണ്, ഇവിടെ നല്ല സ്ഥലമാണ്, വളരെ ശാന്തമാണ്, എല്ലാം അവസാനിപ്പിക്കാൻ പറ്റിയ സ്ഥലം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാം അവസാനിപ്പിക്കാൻ പറ്റിയ സ്ഥലം. അത് കേട്ട കൊളോസസ് വോൾവറിനോട് മറുപടിയായിട്ട് പറയുവാണ്, ലോഗൻ, നീ വീട്ടിലേക്ക് പോകൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വോൾവറിൻ പറയുവാണ്, എനിക്ക് തിരിച്ചു പോകാൻ വീടൊന്നുമില്ല. അതിന് കാരണക്കാരൻ നീയാണ്. ആട്ടെ, നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ശവക്കുഴി കണ്ടെത്താനുള്ള അടയാളം ഞാൻ വെച്ചേക്കാം. അതാകുമ്പോ അവർക്ക് നിന്നെ കണ്ടെത്താൻ എളുപ്പമാകും എന്നൊക്കെ. എല്ലാം ഇങ്ങനെയായി തീരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലെന്ന് കൊളോസസ് പറഞ്ഞതും വോൾവറിൻ തന്റെ അഡമാന്റിയം ക്ലോസ് സജ്ജമാക്കിയിട്ട് കൊളോസസിനെ ആക്രമിക്കാൻ പാഞ്ഞടുത്തു. കൊളോസസ് വോൾവറിന്റെ തലയ്ക്ക് പിടിച്ച് അദ്ദേഹത്തെ ആകാശത്തേക്ക് വലിച്ചൊറ്റയേറ്. ദൂരേക്ക് തെറിച്ചു വീണ വോൾവറിൻ ഒരു മരത്തിലിടിച്ച് അദ്ദേഹത്തിന്റെ കാലിൽ മരത്തിന്റെ കൊമ്പ് തറച്ചു കയറി. ഒരൊറ്റ ചാട്ടത്തിൽ അവിടേക്ക് എത്തിയ കൊളോസസ് വോൾവറിനോട് പറയുവാണ്, നമുക്കെല്ലാം ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാം ലോഗൻ. എന്നിട്ട് അവർ രണ്ടുപേരും ഏറ്റുമുട്ടാൻ ആരംഭിച്ചു. എന്തിനാടാ നീ അങ്ങനെയൊക്കെ ചെയ്തത്? ഡെഡ്പൂളിനെയും മറ്റുള്ളവരെയും വിട്ടേക്ക്, അവർ നല്ല മോശം ആൾക്കാരാണ്. എന്നാൽ നീ നമ്മുടെ ഇടയിലെ ഏറ്റവും മികച്ചവനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഉപയോഗിച്ച് കൊളോസസിന്റെ വയറ്റിൽ നല്ലൊരു വെട്ടുവെട്ടി. അപ്പോൾ കൊളോസസ് വോൾവറിനോട് പറയുവാണ്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, അവരുടെ നല്ലതിനു വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു കൂട്ടരെ ആശ്രയിക്കേണ്ടി വരും. അതിപ്പോൾ നമ്മൾ വെറുക്കുന്നവരോടൊപ്പമാണെങ്കിൽ പോലും. അത് കേട്ട ദേഷ്യത്തിൽ ഞാനും നിന്റെ ഫാമിലി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് വോൾവറിൻ കൊളോസസിനെ വെട്ടിക്കൊല്ലാനായിട്ട് കൈ വീശിയതും കൊളോസസ് വോൾവറിന്റെ കയ്യിലും കൊങ്ങയിലും കുത്തിപ്പിടിച്ചിട്ട് മുകളിലേക്ക് എടുത്ത് ഉയർത്തി. എന്നിട്ട് കൊളോസസ് വോൾവറിന്റെ വലത്തെ കൈ പിഴുതെറിയുന്നു. എല്ലാം ഇങ്ങനെ അവസാനിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് കൊളോസസ് വോൾവറിനോട് പറയേണ്ട താമസം. എനിക്കും നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് കൊളോസസിന്റെ തൊണ്ടയിലൂടെ അദ്ദേഹത്തിന്റെ തലയിലേക്ക് വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് കുത്തിയിറക്കുന്നു. അതെ, ആ നീണ്ട പോരാട്ടത്തിന്റെ അവസാനം വോൾവറിൻ കൊളോസസിനെ കൊന്നു. എന്നിട്ട് താഴെ വീണ തന്റെ വലത്തെ കൈ തന്റെ ശരീരത്തിന്റെ വലത്തെ ഭാഗത്തേക്ക് വെച്ചതോടെ അവിടം ഹീലാകുവാൻ ആരംഭിച്ചു. വോൾവറിൻ കൊളോസസിനെ താങ്ങി പിടിച്ചുകൊണ്ട് താൻ കൊളോസസിന്റെ വീടിന്റെ പറമ്പിൽ കുഴിച്ചിട്ട ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിട്ടു. കൊളോസസിനെ കുഴിച്ചിട്ട് അവിടെ എക്സ് എന്ന ഒരു സിംബലും വെച്ചിട്ട് തന്റെ പ്രതികാരം അവസാനിച്ച സന്തോഷത്തിൽ വോൾവറിൻ അവിടെ നിന്നും പോകുന്നു. 20 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിൽ വോൾവറിൻ ഒരു കൗബോയ് ലുക്കിൽ ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ താടിയും മുടിയും ഒക്കെ നരച്ച് അദ്ദേഹം പ്രായമായിരിക്കുന്നു. ലോകം ഇപ്പോൾ പഴയതുപോലെയല്ല. ലോകം ഒരുപാട് മാറിയിരിക്കുന്നു. പണ്ട് സംഭവിച്ച ദുരന്തത്തിന്റെ യാതൊരു പ്രതിഫലനവും ഇപ്പോൾ കാണുന്നില്ല. ആളുകളൊന്നും അതിനെപ്പറ്റി ഓർക്കുന്നതേയില്ല. ചില ആളുകൾ പ്രതികരണശേഷി ഉള്ളവരാണെങ്കിലും സമൂഹം മൊത്തം അങ്ങനെയുള്ളവരാണെന്ന് പറയാനും പറ്റില്ല. എല്ലാവരും എല്ലാം മറന്നിരിക്കുന്നു. എല്ലാവരും അവരവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ദീർഘദൂരം യാത്ര ചെയ്ത് വോൾവറിൻ ലൈറ്റ് ഷാഡോയിലെത്തി. അവിടെ ഒരു ബാറും സലൂണും ഒക്കെ ഉണ്ട്. ലൈറ്റ് ഷാഡോ ശരിക്കും ഒരു ഔട്ട് പോസ്റ്റ് ആണ്. വനപാലകർക്കും വളർത്തു മൃഗങ്ങൾക്കും കള്ളന്മാർക്കും യാത്രക്കാർക്കും എല്ലാമുള്ള ഒരു ഔട്ട് പോസ്റ്റ്. വോൾവറിൻ തന്റെ കുതിരയെ കെട്ടിയിട്ടിട്ട് അതിനോട് പറയുവാണ്,
ഞാൻ ഉടനെ തിരിച്ചു വരും. ഞാൻ വിശ്വസിക്കാത്ത ആരെയും നീയും വിശ്വസിക്കരുത്. എന്നിട്ട് വോൾവറിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം വോൾവറിനെ ഒരു ഹീറോ ആയിട്ട് കാണുന്നത് പോലെയാണ് സ്വീകരിച്ചത്. അവിടെ ആ ബാറിൽ ഒരുപാട് പരിചിതമായ മുഖങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ക്യാപ്റ്റൻ അമേരിക്ക, വിന്റർ സോൾജർ, ജയന്റ് മാൻ, അൾട്രോൺ എന്നിങ്ങനെ നമുക്ക് പരിചിതമായ മുഖങ്ങൾ. ഇവിടെ ജയന്റ് മാനെയും അൾട്രോണേയും കണ്ടിട്ട് അവർ വെറും ഒരു കോസ്പ്ലേ കോസ്റ്റ്യൂം ധരിച്ചു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ക്യാപ്റ്റൻ അമേരിക്കയും വിന്റർ സോൾജറും ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചതാണല്ലോ. പിന്നെങ്ങനെ അവർ ഇവിടെ എത്തി? അവർ രണ്ടുപേരും ഒരുപക്ഷെ കോസ്പ്ലേ ധരിച്ച് വന്നവരായിരിക്കാം. അതൊക്കെ പോട്ടെ. വോൾവറിൻ ബാർടെൻഡറിന്റെ കയ്യിൽ നിന്ന് ഒരു ബിയർ മേടിച്ചു കുടിച്ച് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവൻ എവിടെയാണുള്ളതെന്ന് ബാർടെൻഡറിനോട് ചോദിക്കുന്നു. അദ്ദേഹം സ്റ്റെയറിന് മുകളിലുണ്ടെന്ന് ബാർടെൻഡർ വോൾവറിനോട് മറുപടിയായിട്ട് പറയുന്നു. വോൾവറിൻ അയാളെ കാണാനായിട്ട് സ്റ്റെയർ കയറി പോകുമ്പോൾ ഡാനി മൂൺസ്റ്റാർ ഒരു കരടിക്ക് ബിയർ കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ വോൾവറിൻ വന്നത് തന്റെ സുഹൃത്തായ ഫോർജിനെ കാണാൻ വേണ്ടിയായിരിക്കാം. വോൾവറിൻ മുകളിലേക്ക് എത്തിയതും അദ്ദേഹത്തെ സ്വീകരിക്കാൻ രണ്ട് കുട്ടികൾ സന്തോഷത്തോടെ അവിടേക്കെത്തി. വോൾവറിൻ ഇന്ന് വരുമെന്ന് അവർക്കറിയാമായിരുന്നു. ബാഡ് ഗൈസ് ആയ ദുഷ്ടന്മാരോടൊക്കെ ഫൈറ്റ് ചെയ്തോ, അതിന് വല്ല പ്രൂഫും ഉണ്ടോ എന്ന് ആ കുട്ടികൾ വോൾവറിനോട് ചോദിക്കുമ്പോൾ വോൾവറിൻ തന്റെ ബാഗിൽ കൈയിട്ട് അതിൽ നിന്നും കുറെ ബാഡ്ജസ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നു. അത് വെറും ബാഡ്ജുകളല്ല, ഷെറീഫ് ബാഡ്ജുകളാണ്. മാത്രമല്ല ഇവിടെ വോൾവറിനും ഒരു ഷെറീഫ് ബാഡ്ജ് ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ബാറിന്റെ ഏറ്റവും ടോപ്പിൽ പോയ വോൾവറിൻ താൻ കാണാൻ വന്ന വ്യക്തിയെ കണ്ടുമുട്ടി. അതെ, തന്റെ ഉറ്റ സുഹൃത്തായ ഫോർജിനെ വോൾവറിൻ കണ്ടുമുട്ടി. നിനക്ക് വേണ്ടി ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പഴയ മിലിറ്ററി സൈലോയിൽ അവസാനത്തെ റീബുകൾ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. ഞാൻ അത് പൊട്ടിച്ചു നോക്കിയില്ല. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. ബ്ലാക്ക് ഔട്ട് സംഭവിക്കുന്നതിനും 40 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സാധനമാണിത് എന്ന് പറഞ്ഞിട്ട് വോൾവറിൻ തന്റെ ബാഗിൽ നിന്നും ഒരു മദ്യക്കുപ്പി ഫോർജിന് കൊടുക്കുന്നു. മദ്യക്കുപ്പി കയ്യിൽ കിട്ടിയപ്പോളെ ഫോർജിന് നല്ല സന്തോഷമായി. ആ ബാറിന്റെ മുകളിലിരുന്ന് രണ്ടുപേരും മദ്യം ആസ്വദിച്ച് കഴിക്കുവാൻ തുടങ്ങി. മദ്യം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫോർജ് വോൾവറിനോട് പറയുവാണ്, നോക്കൂ സുഹൃത്തെ, നമ്മൾ നമുക്ക് വേണ്ടി നല്ലൊരിടം ഉണ്ടാക്കി. ഒരു പുതിയ ലോകത്തെ കെട്ടിപ്പടുക്കാൻ ആവശ്യമുള്ളതിനെയെല്ലാം നമ്മൾ സംരക്ഷിച്ചു. ഇത്രയും വർഷങ്ങളായില്ലേ, കഴിഞ്ഞതെല്ലാം മറക്കാൻ സമയമായി, എല്ലാം വിട്ടുകളയ് എന്നൊക്കെ. അത് കേട്ടതും വോൾവറിൻ മറുപടിയായിട്ട് പറയുവാണ്, എല്ലാം മറക്കാം, എല്ലാം ബറി ചെയ്യാം എന്നേക്കുമായിട്ട്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം വോൾവറിൻ ഒരു വിദൂരമായ ഡെസേർട്ടിലൂടെ നടന്നു പോകുന്നതാണ്. അവസാനമായിട്ട് വോൾവറിൻ അവിടേക്ക് വന്നിട്ട് ഒരു വർഷത്തോളമായി. വോൾവറിന്റെ കയ്യിൽ ഫോർജ് ഉണ്ടാക്കി കൊടുത്ത ന്യൂട്രലൈസർ ലാമ്പ് ഉണ്ട്. ഇതേ ന്യൂട്രലൈസർ ലാമ്പിന്റെ സഹായത്തോടെയാണ് വോൾവറിൻ സേബർ ടൂത്തിനെ കൊന്നത്. വോൾവറിൻ മുന്നോട്ട് നടക്കും തോറും താൻ പോകുന്ന വഴിയിലെല്ലാം എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് വോൾവറിന് മനസ്സിലായി. എല്ലായിടത്തും മരണത്തിന്റെ ഗന്ധം. അവിടെയെല്ലാം ചത്തളിഞ്ഞ ഒരുപാട് മൃഗങ്ങളെ തൂക്കിയിട്ടിരിക്കുന്നു. ആകെ മൊത്തം അഴുകിയതും ജീർണിക്കുന്നതുമായ മൃഗങ്ങളുടെ ദുർഗന്ധം. അങ്ങനെ നടന്ന് വോൾവറിൻ ഒരു വീടിന് മുന്നിലെത്തി. ആ വീടിന്റെ ഡോർ തുറന്ന് അദ്ദേഹം അകത്തേക്ക് നോക്കി. അവിടെ അതാ സാക്ഷാൽ സേബർ ടൂത്ത്. അതെ ഗൈസ്, വോൾവറിൻ സേബർ ടൂത്തിനെ കൊന്നിട്ടില്ലായിരുന്നു. വോൾവറിൻ എല്ലാ വർഷവും ഒരിക്കൽ ഇവിടെ വരുന്നത് സേബർ ടൂത്തിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. സേബർ ടൂത്തിന്റെ അരയ്ക്ക് താപ്പോട്ട് അനങ്ങുവാൻ സാധിക്കില്ല. സേബർ ടൂത്തിന്റെ വലത്തെ കൈ വോൾവറിൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. സേബർ ടൂത്ത് ഇപ്പോൾ പ്രൊഫസർ എക്സിന്റെ ചെയറിന്റെ സഹായത്തോടെയാണ് ജീവിക്കുന്നത്. വോൾവറിൻ വീണ്ടും ആ ന്യൂട്രലൈസർ ലാമ്പിന്റെ വെളിച്ചം സേബർ ടൂത്തിന് നേരെ അടിക്കുന്നു. ന്യൂട്രലൈസർ ലാമ്പ് കാരണമാണ് സേബർ ടൂത്തിന് ഹീൽ ചെയ്യുവാൻ സാധിക്കാത്തത്. ആ ന്യൂട്രലൈസർ ലാമ്പ് ഇടയ്ക്കിടയ്ക്ക് ഒരു മെഡിസിൻ പോലെ സേബർ ടൂത്തിനെ ഒന്ന് കാണിക്കാനാണ് എല്ലാ വർഷവും ഒരു ദിവസം വോൾവറിൻ അവിടേക്ക് വരുന്നത്. അതിന് മാത്രമല്ല കേട്ടോ വോൾവറിൻ അവിടേക്ക് വരുന്നത്. വോൾവറിൻ അവിടേക്ക് ഓരോ പ്രാവശ്യം വരുമ്പോഴും സേബർ ടൂത്തിന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം വോൾവറിൻ അറുത്തു മാറ്റിയിരിക്കും. ഈ പ്രാവശ്യവും അതിനുവേണ്ടിയാണ് വോൾവറിൻ അവിടേക്ക് വന്നതെന്ന ധാരണയില് സേബർ ടൂത്ത് വോൾവറിനോട് പറയുവാണ്, എനിക്കറിയാം, എനിക്ക് നിന്റെ കണ്ണുകളിൽ അത് കാണുവാൻ സാധിക്കും. നിനക്ക് ഓർമ്മയുണ്ടോ, നമുക്കുള്ളതെല്ലാം എത്രമാത്രം പ്രത്യേകത ഉള്ളതാണെന്ന് നിന്നെ ഓർമ്മിപ്പിക്കാൻ ഇതുപോലെ ഞാനും നിന്നെ കാണാൻ വന്നിട്ടുള്ളതാണ്. അത് കേട്ട വോൾവറിൻ മറുപടിയായിട്ട് പറയുവാണ്, നീ പറഞ്ഞത് ശരിയാണ്, ഞാനൊന്നും മറന്നിട്ടില്ല. അപ്പോൾ സേബർ ടൂത്ത് പറയുവാണ്, എങ്കിൽ ശരി, നീ എന്തിനാണോ വന്നത് അത് നടക്കട്ടെ. എന്റെ ശരീരത്തിലെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റാൻ നിനക്ക് സമയമായി എന്ന് ഞാൻ കരുതുന്നു. അത് കേട്ടതും വോൾവറിൻ പറയുവാണ്, ഇല്ല, ഞാൻ എന്തായാലും ഇന്നത് ചെയ്യില്ല. സേബർ ടൂത്തിന് വല്ലാണ്ടങ്ങ് ദേഷ്യം വന്നു. നീ എന്നോട് സോഫ്റ്റ് ആയിട്ടൊന്നും പെരുമാറണ്ട വോൾവറിൻ. ഈ യാത്രയിൽ ചിന്തിക്കാൻ കഴിയാത്തത്ര ആഴത്തിൽ നീ എന്നെ മുറിവേൽപ്പിച്ചു.
നമ്മുടെ പാതയിൽ ക്ഷമ എന്നൊരു കാര്യത്തിന്റെ ഒരാവശ്യമില്ല എന്നൊക്കെ സേബർ ടൂത്ത് പറയുമ്പോൾ അത് കേട്ട ദേഷ്യത്തിൽ വോൾവറിൻ പറയുവാണ്, ക്ഷമ എന്നത് നമുക്കിടയിൽ എന്നെങ്കിലും നിലനിൽക്കുന്ന കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ക്രീഡ്? നിന്റെ കൂട്ടാളികളെ ഞാൻ കൊന്നത് അവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അതായിരുന്നു പ്രതികാരം. നിന്നോട് ഞാൻ ചെയ്യുന്നത് പ്രതികാരമല്ല, നീതിയാണ്. പ്രതികാരവും നീതിയും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് എന്നൊക്കെ. ഒരു ദിവസം ഞാൻ ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കും, അങ്ങനെ വന്നാൽ ഞാൻ നിന്നെ തീർത്തിരിക്കുമെന്ന് വളരെയധികം ദേഷ്യത്തോടെ ഗർജിച്ചുകൊണ്ട് സേബർ ടൂത്ത് പറയുമ്പോൾ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും നിനക്കത് ഇപ്പോഴല്ല ഒരിക്കലും സാധിക്കില്ലെന്നും ഗർജിച്ചുകൊണ്ട് ദേഷ്യത്തോടെ വോൾവറിനും മറുപടിയായിട്ട് പറയുന്നു. സേബർ ടൂത്തിന്റെ ദേഷ്യം അടങ്ങിയില്ല. തന്നെ ഉപദ്രവിക്കാനായിട്ട് സേബർ ടൂത്ത് വോൾവറിനോട് നിരന്തരമായിട്ട് പറയുകയാണ്. എന്നാൽ സേബർ ടൂത്ത് എത്ര നിർബന്ധിച്ചിട്ടും വോൾവറിൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തയ്യാറായില്ല. ഒരുപക്ഷെ അടുത്ത വർഷം നിന്നെ വീണ്ടും കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ലെന്നും പറഞ്ഞിട്ട് വോൾവറിൻ അവിടെ നിന്നും പോകുന്നു. നമ്മുടെ പ്ലാൻ എന്തായാലും വർക്കായിട്ടുണ്ട്. സാധാരണ അവൻ എന്തും മണത്തറിയുവാൻ സാധിക്കും. പക്ഷെ പുറത്ത് വഴിനീളെ ചത്തളിഞ്ഞ മൃഗങ്ങളെ നിങ്ങൾ തൂക്കിയിട്ടതുകൊണ്ട് ആ രൂക്ഷമായ ഗന്ധം കാരണം നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അവന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾ നേരിടാൻ പോകുന്നത് ആരെയാണെന്നും അവൻ എത്രമാത്രം അപകടകാരിയാണെന്നുമൊക്കെ സേബർ ടൂത്ത് ആ വീട്ടിലുണ്ടായിരുന്ന ആരോടൊക്കെയോ പറയുന്നു. ആ വീട്ടിലുണ്ടായിരുന്നവർ മറ്റാരുമല്ല, ഒമേഗ റെഡിന്റെ മക്കളാണ്. അതെ, ഒമേഗ റെഡ് ജൂനിയർ, ഒമേഗ വൈറ്റ്, ഒമേഗ ബ്ലാക്ക്. അവരോടൊപ്പം നാലാമതായിട്ട് ഒരാൾ കൂടിയുണ്ട്. അയാൾ ആരാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. വോൾവറിനെ വേട്ടയാടി അവനെ കൊല്ലാനായിട്ട് സേബർ ടൂത്ത് ഒമേഗ റെഡിന്റെ മക്കളെ അയക്കുന്നു. വോൾവറിൻ സേബർ ടൂത്തിനെ കണ്ട് തിരികെ പോകുമ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ആരുടെയൊക്കെയോ സാന്നിധ്യം തന്റെ അടുത്തുണ്ടെന്ന് വോൾവറിന് മനസ്സിലായി. അതെ, വോൾവറിനെ കൊല്ലാനായിട്ടും തങ്ങളുടെ അച്ഛന് വേണ്ടി പ്രതികാരം ചെയ്യാനും ഒമേഗ റെഡിന്റെ മക്കൾ എത്തിയിരിക്കുന്നു. ഒരു ചെറിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ നീ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. നിന്റെ പാപങ്ങളെല്ലാം നിന്നെ പിടികൂടിയിരിക്കുന്നു. നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്, നീ മരിക്കാനും എന്നൊക്കെ ഒമേഗ റെഡിന്റെ മക്കൾ വോൾവറിനോട് പറയുമ്പോൾ വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഒക്കെ സജ്ജമാക്കി. കിടന്ന് ചലച്ചതൊക്കെ മതി പിള്ളാരെ, നീയൊക്കെ പറഞ്ഞത് നിന്നെയൊക്കെ പിന്തുണയ്ക്കുമോ എന്ന് കാണട്ടെ എന്ന് വോൾവറിൻ മറുപടിയായിട്ട് പറയുന്നു. എന്നിട്ട് ഒട്ടും താമസിയാതെ വോൾവറിനും ഒമേഗ റെഡിന്റെ മക്കളും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് വോൾവറിനെ ഒമേഗ റെഡിന്റെ മക്കൾ അവരുടെ ടെന്റക്കിൾസിന്റെ സഹായത്തോടെ പിടികൂടിയിട്ട് അദ്ദേഹത്തെ നിരന്തരമായിട്ട് ഇലക്ട്രിക്യൂട്ട് ചെയ്ത് വേദനിപ്പിക്കുന്നു. ഒമേഗ റെഡിന്റെ എല്ലാ തരം പവേഴ്സും ഒമേഗ റെഡിന്റെ മക്കളിലും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒമേഗ വൈറ്റ് വോൾവറിന്റെ ദേഹത്തേക്ക് എല്ലാ തരം ഡിസീസുകളും ഇൻഫെക്ഷനുകളും ഇൻജെക്ട് ചെയ്യുവാൻ ആരംഭിച്ചു. രോഗവും ഇൻഫെക്ഷനും ഒക്കെ കാരണം പഴുത്തളിയുന്ന വോൾവറിൻ ഒമേഗ വൈറ്റിന്റെ രണ്ട് കൈകളും വെട്ടിക്കളയുന്നു. ഒമേഗ വൈറ്റിനെ നോക്കിയിട്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ടടാ എന്ന് ചോദിച്ചിട്ട് വോൾവറിൻ ഒമേഗ റെഡിന്റെ കഴുത്തിലേക്ക് ആഞ്ഞു ചവിട്ടി അവനെ നിലംപരിശാക്കി. വോൾവറിനോട് പോരാടുന്നത് വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ ഒമേഗ റെഡിന്റെ മക്കള് വോൾവറിനെ രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. ഒമേഗ റെഡിന്റെ മക്കൾ പോരാടുന്നതോടൊപ്പം ഒരു ക്യാമറയും അവിടെ പറന്നു നടക്കുന്നത് വോൾവറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തിനാടാ ഈ ക്യാമറയൊക്കെ എന്ന് വോൾവറിൻ ചോദിക്കുമ്പോൾ ഒമേഗ റെഡ് ജൂനിയറും ഒമേഗ ബ്ലാക്കും വോൾവറിനെ ഒരുമിച്ച് ആക്രമിച്ചിട്ട് ഒമേഗ ബ്ലാക്ക് വോൾവറിന്റെ ദേഹത്തേക്ക് എല്ലാ തരം ഡിസീസും ഇൻഫെക്ഷനും ഒക്കെ ഇൻജെക്ട് ചെയ്യാൻ ആരംഭിച്ചു. വോൾവറിൻ വിട്ടുകൊടുത്തില്ല. ഒമേഗ ബ്ലാക്കിനെ തന്റെ പക്കലേക്ക് അങ്ങ് ചേർത്ത് നിർത്തിയിട്ട് ഒമേഗ ബ്ലാക്കിന്റെ വയറ്റിലേക്ക് വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് കുത്തിയിറക്കി. പെട്ടെന്ന് ഒരു അത്ഭുതത്തോടെ ഒമേഗ ബ്ലാക്ക് വോൾവറിനോട് ചോദിക്കുവാണ്, ഇപ്പോൾ 6 തരത്തിലുള്ള ടോക്സിനും 100 കണക്കിന് ബാക്ടീരിയകളെയും നിന്റെ ബോഡിയിലേക്ക് ഞാൻ കയറ്റിയിട്ടും നീ എന്താടാ ചാവാത്തതെന്ന്? ഞാൻ എന്തായാലും ചാകും, ആദ്യം നീ ചാക്. ഇത്രയും പറഞ്ഞിട്ട് വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഒമേഗ ബ്ലാക്കിന്റെ കഴുത്തിൽ കുത്തിയിറക്കി. അതെ, അങ്ങനെ ഒമേഗ ബ്ലാക്കിന്റെ കാര്യത്തിൽ തീരുമാനമായി. അത് കണ്ട ഒമേഗ റെഡ് ജൂനിയർ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒമേഗ റെഡ് ജൂനിയറിന്റെ ആക്രമണത്തെയെല്ലാം വോൾവറിൻ തടയുന്നു. അദ്ദേഹം ഞങ്ങളെ കണ്ടെത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹത്തിന് ഭ്രാന്തായതുകൊണ്ടാണ് നിന്നെ പറ്റി ഓരോന്ന് പറയുന്നതെന്ന്. പക്ഷെ അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒമേഗ റെഡ് ജൂനിയർ തന്റെ ടെന്റക്കിൾസിന്റെ സഹായത്തോടെ വോൾവറിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ വോൾവറിൻ ആ ടെന്റക്കിൾസ് കയ്യിൽ ചുരറ്റിയിട്ട് തന്റെ അഡമാന്റിയ ക്ലോസ് ഒമേഗ റെഡ് ജൂനിയറിന്റെ നെഞ്ചിൽ കുത്തിയിറക്കുന്നു. അതെ, അങ്ങനെ ഒമേഗ റെഡ് ജൂനിയറും മരണപ്പെട്ടു. വോൾവറിൻ ഒമേഗ റെഡ് ജൂനിയറിന്റെ ടെന്റക്കിള് വെട്ടിയെടുത്തോണ്ട് വന്നിട്ട് ഒമേഗ വൈറ്റിന്റെ കഴുത്തിൽ ചുറ്റിയിട്ട് ഒമേഗ വൈറ്റിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ തന്റെ അവസാന ശ്വാസം പോകുന്നതിന് മുന്നേ ആരാണ്
വോൾവറിനെ തട്ടാൻ തന്നെ അയച്ചതെന്ന് ഒമേഗ വൈറ്റ് വോൾവറിനോട് പറയുന്നു. അത് മറ്റാരുമല്ല, ക്രീഡ് അഥവാ സേബർ ടൂത്ത് ആണ്. അവിടെ പറന്നു നടക്കുന്ന ക്യാമറയിലൂടെ സേബർ ടൂത്ത് എല്ലാം കാണുന്നുണ്ടെന്ന് വോൾവറിൻ മനസ്സിലാക്കി. ഒമേഗ വൈറ്റിനെയും തറ പറ്റിച്ചിട്ട് ആ ക്യാമറ നോക്കി വോൾവറിൻ സേബർ ടൂത്തിനോട് പറയുവാണ്, നിനക്കെല്ലാം കേൾക്കുവാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എടുത്ത തീരുമാനം ഞാനായിട്ട് തന്നെ തിരുത്തുകയാണ്. നിനക്ക് ചാവാൻ ഇനി 1 വർഷം കാത്തിരിക്കേണ്ട. ഞാൻ ഉടനെ തന്നെ നിന്നെ തട്ടാൻ വരും എന്നൊക്കെ. ഇതെല്ലാം കണ്ടിട്ട് സേബർ ടൂത്ത് ആ 4-മനോട് പറയുവാണ്, ഞാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്, പക്ഷെ അവർ അതൊന്നും കേട്ടില്ല. വോൾവറിനെ ഇങ്ങനെ ആക്കിയതിന് ഞാനും വലിയൊരു പങ്ക് വഹിച്ചവനാണ്. അത് വലിയൊരു തെറ്റായി പോയി എന്ന് എനിക്കറിയാം. അവനെ തടയണം. ഒമേഗാസ് ഒമേഗ റെഡിന്റെ വെറും കോപ്പിയാണ്. അവർ ഒമേഗ റെഡിന്റെ വെറും ക്ലോണുകളാണ്. വോൾവറിനെ പോലെ ഒരാളെ കൊന്നു കുഴിച്ചു മൂടണമെങ്കിൽ നിന്നെ പോലെ ഒരാളെ ഞാൻ തെരഞ്ഞെടുക്കൂ. വോൾവറിനെ പോലെ തന്നെ പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. എനിക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിന്റെ ഉള്ളിൽ വെറുപ്പെന്ന ഒരു വികാരം ചുട്ടുപഴുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. നിന്റെ അച്ഛനെ കൊന്നു കുഴിച്ചു മൂടിയവൻ ഇപ്പോഴും നിന്റെ മുൻപിൽ ജീവനോടെ നിൽക്കുന്നത് കാണുമ്പോൾ നീ അതെങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ. സേബർ ടൂത്തിനോടൊപ്പമുള്ളത് തന്റെ അച്ഛനായ കൊളോസസിന് വേണ്ടി വോൾവർ നോട് പ്രതികാരം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പീറ്റർ റാസ്പുട്ടിൻ അഥവാ കൊളോസസിന്റെ സ്വന്തം മകനാണ്. പ്രഭാതം വിരിയുന്നത് വീടിന്റെ വരാന്തയിൽ ഇരുന്നുകൊണ്ട് വീക്ഷിക്കുകയാണ് പീറ്റർ റാസ്പുട്ടിനും അദ്ദേഹത്തിന്റെ മകനായ നിക്കോളായ് റാസ്പുട്ടിനും. തന്റെ കൃഷിയെ പറ്റിയും കൃഷിയിടത്തെ പറ്റിയും അവയുടെ പ്രാധാന്യത്തെ പറ്റിയും മാത്രമല്ല ആഹാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയുമെല്ലാം പീറ്റർ റാസ്പുട്ടിൻ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്നു. നിക്കോളായ്ക്ക് യാന എന്ന് വിളിപ്പേരുള്ള ഒരു ആന്റി ഉണ്ട്. അവരും പീറ്റർ റാസ്പുട്ടിനും തമ്മിൽ അത്ര യോജിപ്പില്ലെങ്കിലും പീറ്റർ റാസ്പുട്ടിൻ ഒരു ഹീറോ ആയിരുന്നു എന്നാണ് യാന നിക്കോളായിയെ പഠിപ്പിച്ചത്. അതെ, പീറ്റർ റാസ്പുട്ടിൻ ഒരു ഹീറോ ആയിരുന്നു. പീറ്റർ റാസ്പുട്ടിൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. അദ്ദേഹം എക്സ്മെൻ എന്ന ടീമിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറായ കൊളോസസ് ആയിരുന്നു. കൊളോസസ് ഒരു ഹീറോ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. കാരണം സാഹചര്യങ്ങൾക്കനുസരിച്ച് പല മോശപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടിയതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം നന്നായിട്ട് ഖേദിക്കുന്നുണ്ട്. തന്റെ പഴയ ജീവിതത്തെക്കാൾ ഇപ്പോഴുള്ള ജീവിതമാണ് താൻ ഏറെ ഇഷ്ടപ്പെടുന്നതെന്നും നിക്കോളായുടെ ഹീറോ ആകുന്നതാണ് തനിക്ക് ഏറെ ഇഷ്ടമെന്നും പീറ്റർ റാസ്പുട്ടിൻ തന്റെ മകനായ നിക്കോളായോട് പറയുന്നു. എല്ലാം കേട്ടിട്ട് നിക്കോളായ് തന്റെ അച്ഛനോട് പറയുവാണ്, അച്ഛാ, നിങ്ങളാണ് എന്നും എന്റെ ഹീറോ എന്ന്. ഈ കാര്യങ്ങളെല്ലാം പീറ്റർ റാസ്പുട്ടിന്റെ ശവക്കുഴിയുടെ പക്കൽ നിന്നുകൊണ്ട് നിക്കോളായ് ഓർക്കുന്നതാണ്. അതന്ന്. എന്നാൽ ഇന്ന് നിക്കോളായ് സേബർ ടൂത്തിനോടൊപ്പമാണ്. ഒമേഗാസിനെ കൊന്ന വോൾവറിന് എല്ലാത്തിന്റെ പിന്നിൽ സേബർ ടൂത്ത് ആണെന്ന് മനസ്സിലായിരിക്കുന്നു. അടുത്തതായി വോൾവറിൻ തന്നെ തീർക്കാനായിട്ടാണ് വരുന്നതെന്ന് സേബർ ടൂത്തിന് അറിയാം. വോൾവറിൻ ഒരു കല്ല് വലിച്ചെറിഞ്ഞ് തന്റെ പക്കൽ പറന്നു നടക്കുന്ന സേബർ ടൂത്തിന്റെ ക്യാമറ ഡ്രോണ് നശിപ്പിച്ചു കളയുന്നു. അവൻ നിന്നെ കണ്ടെത്തുമ്പോൾ അവൻ നന്നായിട്ട് അത്ഭുതപ്പെടുമായിരിക്കുമല്ലേ എന്ന് ഒരാവേശത്തോടെ സേബർ ടൂത്ത് നിക്കോളായോട് പറയുന്നു. കുറച്ച് സമയത്തിന് ശേഷം ന്യൂട്രലൈസർ ലാമ്പ് താഴെ വെച്ചിട്ട് കയ്യിൽ ഞൊട്ടയൊക്കെ ഇട്ട് ക്രീഡ് എന്ന് വിളിച്ചോണ്ട് വോൾവറിൻ സേബർ ടൂത്ത് താമസിക്കുന്ന വീടിന് മുന്നിലെത്തി. നീ പുറത്തേക്ക് വരുന്നോ അതോ ഞാൻ അകത്തേക്ക് വരണോ എന്ന് വളരെ ദേഷ്യത്തോടെ വോൾവറിൻ സേബർ ടൂത്തിനോട് പറയുമ്പോൾ കതവ് പയ്യെ തുറന്ന് നിക്കോളായിയോടൊപ്പം സേബർ ടൂത്ത് വെളിയിലേക്ക് ഇറങ്ങി. നിക്കോളായിയെ കണ്ടതും വോൾവറിൻ ഒന്ന് അതിശയിക്കുന്നു. കാരണം നിക്കോളായിയെ കാണാൻ അവന്റെ അച്ഛനായ പീറ്റർ റാസ്പുട്ടിനെ പറിച്ചു വെച്ചേക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നിനക്ക് നിന്റെ പോരാട്ടങ്ങൾ പോലും പോരാടാൻ സാധിക്കാത്തത്ര നീ തകർന്നു പോയിരിക്കുന്നു. നീ മറ്റുള്ളവരുടെ നിഴലിലാണ് ജീവിക്കുന്നത്. നിന്നെ ഞാൻ ഒന്നുമല്ലാതാക്കിയിരിക്കുന്നു. പൂർണ്ണമായും ഞാൻ വിജയിച്ചിരിക്കുന്നു. എല്ലാം ഇങ്ങനെയായിരിക്കും അവസാനിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നേക്കാളും വളരെ ഉയരത്തിലാണ് ഞാൻ. എന്റെ അടിയേറ്റ് അവശനായ വെറും നായയാണ് നീ എന്നൊക്കെ വോൾവറിൻ സേബർ ടൂത്തിനോട് പറയുമ്പോൾ ദേഷ്യത്തോടെ ഗർജിച്ചുകൊണ്ട് സേബർ ടൂത്ത് നിക്കോളായിയോട് താൻ പറഞ്ഞതുപോലെ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. സേബർ ടൂത്തിന്റെ പക്കൽ വോൾവറിനെ ഇല്ലാതാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനെ പറ്റി നിക്കോളായ്ക്ക് നന്നായിട്ട് അറിയാം. സേബർ ടൂത്തിന്റെ നിർദ്ദേശപ്രകാരം നിക്കോളായ് സേബർ ടൂത്തിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് വോൾവറിന് നേരെ ഒറ്റയേറ്. അതിവേഗത്തിൽ പറന്നു വന്ന സേബർ ടൂത്തിനെ വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസിന്റെ സഹായത്തോടെ വെട്ടി 2 കഷ്ണങ്ങളാക്കി. വോൾവറിന്റെ അഡമാന്റിയ ക്ലോസിൽ നിന്ന് സേബർ ടൂത്തിന്റെ രക്തം ഒഴുകി തുള്ളി തുള്ളിയായിട്ട് മണ്ണിലേക്ക് വീഴുന്നു. തന്റെ ശത്രുക്കളെയെല്ലാം കൊന്നൊടുക്കിയിട്ടും തന്റെ പ്രതികാരം അവസാനിച്ചിട്ടും വോൾവറിന് അതിൽ നിന്ന് ഒരു മനസുഖവും ലഭിക്കുന്നില്ല. വോൾവറിന്റെ ഉള്ളിലെ ദേഷ്യം കെട്ടടങ്ങിയിട്ടില്ല. അതൊരിക്കലും ഇനി മാറാനും പോകുന്നില്ല. കാരണം അതൊരിക്കലും ഹീൽ ചെയ്യാൻ സാധിക്കാത്ത ഒരു വലിയ മുറിവ് പോലെയാണ്. നീയും അതൊക്കെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് വോൾവറിൻ കൊളോസസിനോട് പറയുമ്പോൾ എന്റെ മനസ്സിലും ആകെ ഉണ്ടായിരുന്നത് ഇതേ ദേഷ്യമാണ്. അദ്ദേഹം നിന്റെ സുഹൃത്തായിരുന്നു. ഞാൻ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല.
പക്ഷെ നീ എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നിന്നെ കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ തീർക്കണം, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സുഖത്തോടെ ഇന്ന് ഉറങ്ങുവാൻ സാധിക്കില്ല എന്നൊക്കെ കൊളോസസ് മറുപടിയായിട്ട് പറയുന്നു. കൊളോസസിന്റെ കയ്യിൽ ഒരു മാജിക്കൽ സോഡ് ഉണ്ട്. കൊളോസസ് ഉറപ്പായിട്ടും വോൾവറിനെ തീർക്കുമെന്നാണ് തോന്നുന്നത്. പീറ്റർ റാസ്പൂട്ടിനെ കൊന്നതിൽ വോൾവറിന് സങ്കടമുണ്ട്. ഇനി എത്ര പശ്ചാത്താപം തോന്നിയിട്ടും കാര്യമില്ലല്ലോ. ഇത് ഒരു വിധത്തിൽ മാത്രമേ അവസാനിക്കൂ. ഇവിടെ വയലൻസ് ഉണ്ടാകാം, പെയിൻ ഉണ്ടാകാം, അവസാനം ഒരു മരണവും. പക്ഷെ എത്ര കൊന്നാലും വീണ്ടും വീണ്ടും ഹീലായിട്ട് നീ തിരിച്ചു വരുമല്ലോ എന്ന് കൊളോസസ് പറയുമ്പോൾ വോൾവറിൻ ഒരു കാര്യം അങ്ങ് തീരുമാനിക്കുന്നു. കൊളോസസും വോൾവറിനും തമ്മിലുള്ള പോരാട്ടം ഒരു ഫെയർ ഫൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫോർജ് ഉണ്ടാക്കി കൊടുത്ത മ്യൂട്ടൻസിന്റെ പവേഴ്സിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ന്യൂട്രലൈസർ ലാമ്പ് വോൾവറിൻ തന്റെ ബോഡിയിലേക്ക് തന്നെ അടിക്കുന്നു. കൊളോസസ് തന്റെ മാജിക്കൽ സോഡുമായിട്ട് വോൾവറിനെ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. വോൾവറിൻ അലറിക്കൊണ്ട് തന്റെ അഡമാന്റിയ ക്ലോസ് ഒക്കെ സജ്ജമാക്കിയിട്ട് കൊളോസസിന് നേരെ പാഞ്ഞടുക്കുമ്പോൾ കൊളോസസ് ആ മാജിക്കൽ സോഡ് നിലത്തെ കാഞ്ഞു കുത്തിയതും വോൾവറിന്റെ ചുറ്റിനും തീ കത്തുകയും ഒരു വലിയ ഗർത്തം രൂപപ്പെടുകയുമാണ്. വോൾവറിന് ഒന്നും മനസ്സിലാകുന്നില്ല. ആകെ അന്താളിച്ചു പോയ വോൾവറിൻ ആ കുഴിയിലേക്ക് ചെന്ന് വീണു. നല്ല ആഴത്തിലുള്ള കുഴിയാണ്. നല്ല ചൂടും ചുട്ടുപഴുത്ത വോൾക്കാനോസും ഒക്കെയുള്ള ഒരു വലിയ ഗർത്തം. താഴേക്ക് വന്ന് വീണ വോൾവറിന് ചുറ്റും രാക്ഷസന്മാരായ ജീവികൾ. കണ്ടാൽ തന്നെ ഭയം തോന്നിക്കുന്ന രൂപങ്ങളാണ് ആ ജീവികൾക്ക്. വോൾവറിൻ ചെന്ന് വീണത് നരകത്തിലാണ്. അതെ, ഹെല്ലിലാണ്. ഹെൽ എന്ന് പറയുമ്പോൾ പല തട്ടുകളായിട്ടാണല്ലോ തിരിച്ചേക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ തട്ടായ ലിംബോയിലാണ് വോൾവറിൻ വന്ന് പെട്ടിരിക്കുന്നത്. ഇനി ആ മാജിക്കൽ സോഡിനെ പറ്റി ഒന്ന് പറയാം. അതായത് വോൾവറിൻ നിക്കോളായുടെ അച്ഛനായ പീറ്റർ റാസ്പൂട്ടിനെ കൊന്ന ശേഷം നിക്കോളായിയെ പിന്നീട് വളർത്തിയത് നിക്കോളായുടെ ആന്റിയാണ്. മിക്കവാറും യാന എന്ന ആന്റി ആയിരിക്കാം നിക്കോളായിയെ വളർത്തിയത്. സോ നിക്കോളായുടെ ആന്റിയാണ് ഈ മാജിക്കൽ സോഡ് നിക്കോളായിക്ക് സമ്മാനിച്ചത്. ഈ സോഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മാജിക്കൽ സോഡിന്റെ പേര് മുറാമസ ബ്ലേഡ് എന്നാണ്. ഈ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹെല്ലിൽ വെച്ചിട്ടാണ്. ഈ നരകത്തെ ഞാൻ വെറുക്കുന്നതിനേക്കാളേറെ നിന്നെ ഞാൻ വെറുക്കുന്നെന്ന് പറഞ്ഞിട്ട് വോൾവറിനെ ലക്ഷ്യമാക്കി വാളും വീശി കൊളോസസ് നരകത്തിലേക്ക് ഒറ്റച്ചാട്ടം. നരകത്തിൽ വെച്ചിട്ട് വോൾവറിനും കൊളോസസും അതിഗംഭീരമായ ഒരു പോരാട്ടം നടത്തുകയാണ്. നിക്കോളായി തന്റെ മാജിക്കൽ സോഡിന്റെ സഹായത്തോടെയും വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസിന്റെ സഹായത്തോടെയും ഏറ്റുമുട്ടി. പോരാട്ടത്തിനിടയിൽ വോൾവറിൻ ഹെല്ലിൽ ജീവിക്കുന്ന ഒരു ജീവിയെ വാലിൽ പിടിച്ച് കറക്കിയെടുത്ത് കൊളോസസിന്റെ ഫേസിലേക്ക് ആഞ്ഞടിക്കുന്നു. ഇവിടെ വോൾവറിൻ പോരാടുന്നത് പീറ്റർ റാസ്പൂട്ടിൻ എന്ന കൊളോസസിന്റെ മകനായ നിക്കോളായി എന്ന കൊളോസസിനോടാണെങ്കിലും സത്യത്തിൽ നിക്കോളായിയെ അല്ല വോൾവറിൻ ഇവിടെ കാണുന്നത്. പകരം തന്റെ സുഹൃത്തായിരുന്ന പീറ്റർ റാസ്പൂട്ടിനെയാണ്. പെട്ടെന്ന് തന്നെ നിക്കോളായി തന്റെ സോഡിന്റെ പിടികൊണ്ട് വോൾവറിന്റെ തലയിലേക്ക് ഒറ്റയടി. എന്നിട്ട് നിക്കോളായി ആ സോഡ് കൊണ്ട് വോൾവറിന്റെ നെഞ്ചിലേക്ക് ഒറ്റ വെട്ടിയതോടെ വോൾവറിൻ നിലത്തേക്ക് വീഴുകയാണ്. താഴേക്ക് വീണ വോൾവറിൻ നിനക്ക് എന്താണോ ചെയ്യേണ്ടത് അത് വേഗം ചെയ്യുന്നും ഞാൻ അത് അർഹിക്കുന്നുണ്ടെന്നും നിക്കോളായിയോട് പറയേണ്ട താമസം. നിക്കോളായി തന്റെ മാജിക്കൽ സോഡ് വോൾവറിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. നിക്കോളായി വോൾവറിനെ തോൽപ്പിച്ചിരിക്കുന്നു. തന്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം നിക്കോളായി വീട്ടിയിരിക്കുന്നു. നരകത്തിൽ നിന്നും തിരികെ ഭൂമിയിലേക്ക് എത്തിയതും നിക്കോളായി തന്റെ സാധാരണ മനുഷ്യരൂപത്തിലേക്ക് മാറി. എവിടെയാണോ നരകത്തിലേക്കുള്ള ഗർത്തമുണ്ടായത് നിക്കോളായി ഭൂമിയിലേക്ക് തിരികെ കയറിയ ഉടൻ തന്നെ ആ ഗർത്തം അടയുന്നു. നരകത്തിൽ ചത്തുകിടക്കുന്ന വോൾവറിന്റെ ശരീരത്തെ ഭക്ഷണമാക്കാൻ നരകത്തിൽ ജീവിക്കുന്ന ജീവികൾ കൂട്ടത്തോടെ എത്തി. എന്നാൽ എല്ലാത്തിനെയും ഞെട്ടിച്ചുകൊണ്ട് വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസിന്റെ സഹായത്തോടെ ആ ജീവികളെ 2 കഷ്ണങ്ങളാക്കി. തന്റെ നെഞ്ചിൽ തറച്ചു കയറിയ മാജിക്കൽ സോഡ് വോൾവറിൻ ഊരിമാറ്റി. വോൾവറിൻ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്. ഫോർജ് ഉണ്ടാക്കി കൊടുത്ത ന്യൂട്രലൈസർ ലാമ്പിന്റെ വെളിച്ചം അടിച്ചിട്ട് പോലും തന്റെ പവേഴ്സ് നഷ്ടപ്പെടുകയോ താൻ മരിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വോൾവറിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വോൾവറിന് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കാരണം നിക്കോളായി തന്റെ അച്ഛന് വേണ്ടിയിട്ട് റിവെഞ്ച് എടുത്തിരിക്കുന്നു. വോൾവറിൻ മരണപ്പെട്ടു എന്ന സന്തോഷത്തില് അവൻ ഇനിയുള്ള കാലം ജീവിക്കാം. വോൾവറിൻ മുന്നോട്ട് നടന്നു പോകുന്തോറും ഒരുപാട് ഡീമൻസ് തന്നെ വളയാൻ ആരംഭിക്കുകയാണ്. വോൾവറിൻ ഒന്നും നോക്കിയില്ല. അവിടെ ഉണ്ടായിരുന്ന സകലമാന ഡീമൻസിനെയും വോൾവറിൻ അഡമാന്റിയ ക്ലോസിന്റെ സഹായത്തോടെ അരിഞ്ഞു വീഴ്ത്തി. അങ്ങനെ വോൾവറിൻ അവസാനമായിട്ട് എത്തിയത് ഹെല്ലിലെ ലിംബോ ഭരിക്കുന്ന രാജാവായ ഒരു ഡീമന്റെ പക്കലാണ്. വോൾവറിന്റെ അവിടേക്കുള്ള വരവ് കണ്ട ഡീമൻസ് എല്ലാം ഒന്ന് ഞെട്ടിത്തെറിച്ചു. കാരണം വോൾവറിന്റെ ദേഹം മൊത്തം ഡീമൻസിന്റെ ചോരയാണ്. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന വോൾവറിൻ ഡീമൻസിന്റെ രാജാവിനോട് പറയുവാണ്, നീ ഇരിക്കുന്നത് എന്റെ സീറ്റിലാണെന്ന്. ഇതോടെ വോൾവറിൻ റിവെഞ്ച് എന്ന കോമിക്ക് അവസാനിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഈ കോമിക്ക് പൂർത്തിയാക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.